ജോസഫച്ചനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാനും ശക്തീകരിക്കാനും ആവശ്യമായിട്ടുള്ള തിരുവചനങ്ങൾ അച്ഛൻ്റെ അധരങ്ങളിലൂടെ ദൈവപിതാവ് തന്നെ അത് നൽകപ്പെടുവാനും അത് കേൾക്കുന്ന നമ്മളിൽ ഓരോരുത്തരിലും ആത്മാവിൻ്റെ വലിയ ചലനങ്ങളുണ്ടാകുവാനും ഈശോയെ രൂപാന്തരപ്പെട്ട പുതിയ സൃഷ്ടിയാക്കി ഞങ്ങളെ ഓരോരുത്തരെയും മാറ്റണമേ എന്നും നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ നമുക്കറിയാം 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ദൈവമാതാവ് ബഹുമാനപ്പെട്ട VP ജോസഫച്ചന് ഈ അൾത്താരയിൽ ഇതുപോലുള്ളൊരു ആരാധനാ മധ്യയാണ് പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ വിവിധ ഭൂഖണ്ഡങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കുമാണ് തത്സമയ സന്ദേശങ്ങളിലൂടെ പരിശുദ്ധ ദൈവമാതാവ് തന്നെ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഭയഭക്തി ബഹുമാനങ്ങളോടെ നമുക്ക് ഈ ആരാധനാ സമയം ആയിരിക്കാം. ആഗോള കത്തോലിക്കാ സഭയെയും ആഗോള സഭയിലെ തന്നെ ഒത്തിരിയേറെ പീഡിത സഭകളുണ്ട്, അവരെ പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. ഇന്ത്യയെ പ്രത്യേകമായിട്ട് നമുക്ക് സമർപ്പിക്കാം, മണിപ്പൂരിനെ സമർപ്പിക്കാം, ഹരിയാനയെ സമർപ്പിക്കാം, എല്ലാ പ്രക്ഷോഭിത മേഖലകളെയും നമുക്ക് സമർപ്പിക്കാം. എല്ലാ മേഖലകളിലും ഒപ്പം തന്നെ ഉടമ്പടി എടുത്തു പോയിട്ടുള്ള എല്ലാ കുടുംബങ്ങളിലും ആത്മാവിൻ്റെ വലിയ നിറവുണ്ടാകുവാനും അങ്ങയുടെ അരൂപി അയച്ച് ഞങ്ങളുടെ എല്ലാ മേഖലകളെയും നവീകരിക്കുവാൻ കൃപയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി ശക്തമായി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ ദാഹിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപ ആവശ്യമായിട്ടുള്ള ഞങ്ങളുടെ ജീവിത മേഖലകളിലെല്ലാം അത് ശക്തിയായി, സൗഖ്യമായി, സാന്ത്വനമായി നിറയപ്പെടുവാൻ കരുണയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, മഹത്വം, മഹത്വം. നമുക്ക് ഗായക സംഘത്തോട് ചേർന്ന് ദിവ്യകാരുണ്യനാഥനെ വരവേറ്റ് പാടി പ്രാർത്ഥിക്കാം. സ്നേഹമേ, ദൈവസ്നേഹത്തോടെ ചേർന്ന് പാടാം. തിരുവത്താഴമേശയിലെ സമ്മാനമേ, സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. കൈകൾ വീശി ഒന്ന് ചേർന്ന് ആരാധന പാടാം. മാലാഖമാരും ജീവന്റെ തിരുഭോജ്യമേ, സ്വരമുയർത്തി പാടാം. ആരാധന പാടാം. മാലാഖമാരും ജീവന്റെ തിരുഭോജ്യമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. സ്വരമുയർത്തി പാടാം. ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, യേശുവേ നന്ദി,
കൈകൾ വീശി ഒന്ന് ചേർന്ന് ആരാധന ജീവന്റെ തിരുഭോജ്യമേ ആരാധന ജീവന്റെ തിരുഭോജ്യമേ ആരാധന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് ഒന്ന് ചേർന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഇതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും സാക്ഷ്യങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ. ജീവന്റെ തിരുഭോജ്യമേ ആരാധന പാടാം ജീവന്റെ തിരുഭോജ്യമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ
രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നതിലൂടെ ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കുവാനും ശക്തീകരിക്കുവാനും ഈ ആരാധനയിലൂടെ കൃപയാകണമേ. ഹല്ലേലൂയ, മഹത്വം, ആരാധന, ആരാധന. അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന വിഷയങ്ങളും ഉടമ്പടി പുതുക്കി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളും ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തെ ഇപ്പോൾ നൊമ്പരപ്പെടുത്തുന്ന വിഷയങ്ങളും സമാനമായ വിഷമതകളിലൂടെ കടന്നു പോകുന്ന സഹോദരങ്ങളെയും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യത്തിൽ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയേണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, മഹത്വം, ആരാധന, ആരാധന. ഈശോയെ, ആരാധനയിലുടനീളം ഈ ആരാധനയുടെ നിയന്ത്രണം ഈശോയെ അങ്ങ് തന്നെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട വി.പി. ജോസഫ് അച്ഛനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വചനങ്ങള് അച്ഛനിലൂടെ പ്രദാനം ചെയ്യപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ വലിയ അടയാളങ്ങള് ഞങ്ങളുടെ ഈ സമൂഹത്തിൽ ഉണ്ടാകുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എന്നുമെന്നും കൂടെ ദൈവസ്നേഹത്തോടെ പാടാം. എന്നുമെന്നും കൂടെ എന്റെ സ്നേഹിതനാകുന്ന സ്നേഹമേ, ആരാധന നിനക്കാരാധന. ഓ ദിവ്യമാ സ്നേഹമേ, ഓ കരങ്ങൾ ദിവ്യകാരുടെ സന്നിധിയിലോട്ട് നീട്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സമ്മാനമേ, തിരുവന്താഴമേശയിലെ സമ്മാനമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. കൈകൾ വീശി ഒന്ന് ചേർന്ന് ആരാധന പാടാം. മാലാഖമാരും ജീവന്റെ തിരുഭോജ്യമേ, ആരാധന പാടാം.
നടപടികളിലൂടെ കടന്നു പോകുന്ന സഹോദരങ്ങളെ, മക്കളില്ലാതെ വിഷമിക്കുന്ന സഹോദരങ്ങളെ, ജോലിയില്ലാതെ വിഷമിക്കുന്ന സഹോദരങ്ങളെ, വിവിധ ജീവിത ദുരന്തങ്ങളിലൂടെ കടന്നു പോകുന്ന സഹോദരങ്ങളെ, എല്ലാവരെയും അൾത്താരയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളാക്കി ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം സാക്ഷ്യം പറയാനുള്ള കൃപ അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, Praise the Lord. Praise the Lord. Praise the Lord. സന്തോഷത്തോടെ ഇരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, സാക്ഷ്യ വിചാരണയുമായി ഉടമ്പടി ധ്യാനം ആരംഭിക്കുകയാണ്. നമ്മളെപ്പോഴും എന്തുകൊണ്ടാണ് സാക്ഷ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സുവിശേഷ ശുശ്രൂഷ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഒരിക്കലും വിശ്വാസമില്ലാത്തവരെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള അപ്പോസ്തലിക പാരമ്പര്യമാണ്. നമ്മുടെ എല്ലാ ഉടമ്പടി ധ്യാനങ്ങളും നമ്മൾ എന്താ ചെയ്യണത്? ഒരു 3 സാക്ഷ്യങ്ങളെങ്കിലും എടുത്ത് വചനാധിഷ്ഠിതമായിട്ടുള്ള വിചാരണ ചെയ്യും. അത് അച്ഛൻ കണ്ടുപിടിച്ച രീതിയൊന്നുമല്ല. സുവിശേഷത്തിൽ നമുക്കറിയാം, നമ്മളുടെ കൃപാസനം ആധ്യാത്മിക ശുശ്രൂഷകളെ എല്ലാം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് 2 സ്രോതസ്സിൽ നിന്നാണ്. ഒരു സ്രോതസ്സ് അപ്പോസ്തലിക് പാരമ്പര്യമാണ്. അപ്പോസ്തലന്മാർ എങ്ങനെയാണ് കർത്താവിനെ ലോകത്തിന് കൈമാറിയത്. രണ്ടാമത്തത് മരിയൻ പാരമ്പര്യമാണ്. പരിശുദ്ധ അമ്മയിലൂടെ ദൈവപിതാവ് എങ്ങനെയാണ് ക്രിസ്തുവിനെ ലോകത്തിന് കൈമാറിയത്. അതിന് അവർ കൈവരിച്ച പ്രാഥമികമായ നടപടിക്രമങ്ങൾ, അതാണ് കൃപാസനം ആധ്യാത്മിക ശുശ്രൂഷയുടെ. അതുകൊണ്ടാണ് ഇതൊരു പ്യുവർ കരിസ്മാറ്റിക് ധ്യാനമല്ലാത്തതിൻ്റെ കാരണം. ഇത് അപ്പോസ്റ്റലിക് മരിയൻ റിട്രീറ്ററാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അപ്പോസ്റ്റലൻ എന്താ ചെയ്തത്? അതായത് ഇപ്പോൾ പൗലോസ് അപ്പോസ്റ്റലനെ പറഞ്ഞുകൊണ്ട് റോമ 15:18 വിജാതീയരുടെ അനുസരണം നേടിയെടുക്കേണ്ടതിന്. അതാണ്. അതായത് വിശ്വാസം ഇല്ലാത്തവരുടെ, ക്രിസ്തുവിൽ വിശ്വാസ പാരമ്പര്യമില്ലാത്തവരുടെ എന്താണ് അനുസരണം. ബൈബിൾ ഉപയോഗിക്കുന്ന വാക്ക് വിശ്വാസത്തിന് പകരം ഉപയോഗിക്കുന്ന വാക്കാണ് ഒബീഡിയൻസ്. ദാറ്റ് മീൻസ് ഫെയ്ത്ത് ഈസ് ആൻ ഒബീഡിയൻസ്. എന്താണ്? വെളിപാടുകളോടുള്ള അനുസരണമാണ് വിശ്വാസം എന്ന് പറയണത്. വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? വെളിപാടുകളോടുള്ള വ്യക്തിയുടെ അനുസരണമാണ് വിശ്വാസം. ഒന്ന് പറഞ്ഞേ. വെളിപാടുകളോടുള്ള വ്യക്തികളുടെ അനുസരണമാണ് വിശ്വാസം. അതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വിശ്വാസം ഇല്ലാത്തവരെയും വിശ്വാസത്തിൻ്റെ ഒരു പാരമ്പര്യത്തെ വളർത്തപ്പെടാത്തവരെ സുവിശേഷം അറിയിക്കുന്ന രീതിയാണ് പൗലോസ് അപ്പോസ്തലൻ്റെ അപ്പോസ്തലിക് മെത്തേഡ്. ഇതാണ് കൃപാസനം കടമെടുത്തിരിക്കുന്നത് സുവിശേഷത്തിൽ നിന്ന്. എന്താ വായിച്ചുള്ളൂ? വിജാതിയരുടെ അനുസരണം നേടിയെടുക്കേണ്ടതിന്. പറഞ്ഞ വിജാതിയരുടെ അനുസരണം നേടിയെടുക്കേണ്ടതിന് വാക്കാലും പ്രവൃത്തിയാലും
അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ബലത്താലും അപ്പൊ എത്ര കാര്യമായി? വാക്കാലും പ്രവൃത്തിയാലും. പിന്നെ എന്താണ്? അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ബലത്താലും. അപ്പോൾ വാക്കിന് ബലം നൽകുന്നത് എന്താണ്? അടയാളങ്ങളും അത്ഭുതങ്ങളുമാണ്, ഇല്ലേ? അടയാളങ്ങളും അത്ഭുതങ്ങളുമാണ്. ഇത് പള്ളിപ്രസംഗങ്ങളും സുവിശേഷ വേലയും തമ്മിലുള്ള വ്യത്യാസമാണ്. പള്ളിപ്രസംഗങ്ങൾ പലപ്പോഴും സുവിശേഷ വേല അല്ലെന്ന് നമുക്ക് തോന്നിപ്പോകും. എന്താണ്? അവർ കുറേ ആൾക്കാരെ സൂചിപ്പിക്കാൻ പറ്റിയുള്ള കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് വേറെ ലെവലിൽ പോകും. വിശ്വാസത്തിൽ അത് പിന്നെ പക്ഷേ ഉപദ്രവം ചെയ്യാത്തതിൻ്റെ കാരണം വിശ്വാസം സ്വീകരിച്ചവർക്ക് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ടാണ്. പക്ഷേ കൃപാസനം ടാർഗറ്റ് ചെയ്യണം അതല്ല, സീറോ ഫെയ്ത്ത് ഉള്ള ആൾക്കാരെയാണ്. സീറോ ഫെയ്ത്ത് ഉള്ളവർക്ക് എന്താ വേണ്ടത്? വാക്കാലും പ്രവൃത്തിയാലും. പറഞ്ഞേ, പിന്നെന്താണ്? അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും. അടുത്തത് എന്താണ്? പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും ഞാൻ വഴി ക്രിസ്തു പ്രവർത്തിച്ചതൊഴികെ ഒന്നിനെക്കുറിച്ചും സംസാരിക്കാൻ ഞാൻ തുനിയുകയില്ല. കൃപാസനത്തിൽ നടന്ന അത്ഭുതങ്ങളെ പറയത്തുള്ളൂ. കാര്യം അത് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടതാണ്. എപ്പോഴും സാക്ഷ്യപ്പെടുത്തുമ്പോൾ കണ്ണുകൊണ്ട് കണ്ടത്, ചെവി കൊണ്ട് കേട്ടത്, കൈകൊണ്ട് സ്പർശിച്ച് മനസ്സിലാക്കിയ ജീവന്റെ വചനം. യോഹന്നാൻ 1:1 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 1 യോഹന്നാൻ 1:1 ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. അതായത് എങ്ങനെ അറിയിപ്പ് നൽകണത്? കണ്ണുകൊണ്ട് കണ്ടത്, ചെവി കൊണ്ട് കേട്ടത്, കൈകൊണ്ട് സ്പർശിച്ച് മനസ്സിലാക്കി. അതായത് നമുക്ക് ഇതാണ് അനുഭവ സാക്ഷ്യം എന്ന് പറയുന്നത്. അനുഭവമില്ലാതെ നമുക്ക് വിശ്വാസം കൈമാറാൻ പറ്റത്തില്ല. വിശ്വാസത്തെ കൈമാറ്റണത് എന്താണ്? അനുഭവങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ത്? അനുഭവം. നിങ്ങൾ സുവിശേഷം കൈമാറാൻ വേണ്ടി ഒരു അനുഭവം തരാൻ ചോദിക്കണം. അല്ലെ എനിക്ക് IELTS പാസ്സാകണമെന്നല്ല ചോദിക്കേണ്ടത്. കർത്താവിനോട് ഇപ്പം നമ്മൾക്ക് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ആ മീനിൻ്റെ മുള്ളൊക്കെ എടുത്ത് മാറ്റിയിട്ടല്ലേ കൊടുക്കണേ? മീനിൻ്റെ കഷ്ണം മാത്രം എടുത്ത് ചോറിൻ്റെ കൂടെ കുഴച്ച് ചാരം കൂടി കുഴച്ചാൽ മുള്ളൊക്കെ എടുത്ത് മാറ്റും. ഇതിനാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണത്. ഇതുപോലെ ഫോർമാറ്റ് കറക്റ്റ് ചെയ്യണം. നിങ്ങൾ ചോദിക്കേണ്ടത് എൻ്റെ വസ്തു വിറ്റ് തരണേ എന്നല്ല പറയേണ്ടത്, എൻ്റെ കല്യാണം നടത്തി തരണേ അല്ല പറയേണ്ടത്. കർത്താവേ, വിശ്വാസ കൈമാറ്റത്തിന് എനിക്കൊരു അനുഭവം തരണേ. ക്ലിയർ അല്ലേ? എന്ന് പറഞ്ഞേ, കർത്താവേ അങ്ങേ ലോകത്തിന് കൊടുക്കാൻ എനിക്ക് സ്വന്തമായ ഒരു അനുഭവം തരണമേ, ഒരു അതിശയം തരണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. വ്യക്തിപരമായ ഒരു അനുഭവം ഈ ആരാധനയിലൂടെ നൽകണമേ. ഹല്ലേലൂയ. നന്ദി. വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിൻ്റെ മഹത്വം നിഴലിരിക്കും, ദൈവത്തിൻ്റെ കരത്തിൽ നീ വസിക്കും. ദൈവത്തിൻ്റെ മഹത്വം നിഴലിരിക്കും, ദൈവത്തിൻ്റെ കരത്തിൽ നീ വസിക്കും. പറഞ്ഞാലും വിശ്വസിക്കാത്ത
ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്നും നാഥൻ ചെയ്യാൻ പോകുന്നു. കടിച്ചാൽ പൊട്ടാത്ത കുറേ വചനങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ വിശ്ലേഷിച്ച് തന്നിട്ട് നിങ്ങൾ ഉണ്ടുകൂട്ടി തിന്നിട്ട് എന്ത് കാണിക്കാനാ? വ്യക്തിപരമായിട്ട് ദൈവാനുഭവം ഇല്ലാതെ ഇതാണ് പ്രശ്നം. വ്യക്തിപരമായിട്ട് സഭയിൽ അതുകൊണ്ട് വചനം എന്താ പറയുക? അപ്പോസ്തല പാരമ്പര്യം എന്താ? വചനം എന്താണ്? ഹെൽപ്പ് ദോസ് ഹു ഹാവ് ഓൾ കൈൻഡ് ഓഫ് ട്രബിൾസ്. 2 Corinthians 1:4. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. 2 Corinthians 1:4. ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ. ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള വ്യതകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ. അപ്പോസ്തലന്മാരുടെയും സഭയുടെയും ലക്ഷ്യം എന്താണ്? ദൈവം തങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ. സ്വന്തമായിട്ട് സാന്ത്വനം കിട്ടണം, സ്വന്തമായിട്ട് അനുഭവം ഉണ്ടാകണം. സ്വന്തമായിട്ട് തിയോളജിയും ഫിലോസഫിയും മാത്രം പഠിച്ചിരുന്ന വർക്ക് സുവിശേഷ വേല നടക്കത്തില്ല. കറക്റ്റല്ലേ? അതാണ് ദൈവം തങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ. പറഞ്ഞ് ദൈവം തങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള വ്യതകൾ അനുഭവിക്കുന്നവരെ ഹെൽപ്പ് ദോസ് ഹു ഹാവ് ഓൾ കൈൻഡ് ഓഫ് ട്രബിൾസ്. അതായത് നമുക്ക് വ്യതകൾ ചെറിയ വ്യതകളാണ്. എന്തെല്ലാം തരം വ്യതകളാണ് മനുഷ്യനെ ഉള്ളത്. അതായത് രോഗവും വ്യാധികളല്ല, മാറാത്ത രോഗമാണ് വ്യാധി എന്ന് പറയണത്. അതിനേക്കാൾ വ്യഥകളെന്ന് പറയുന്നത് എന്താണ്? ഇത് നമുക്കുണ്ടാക്കുന്ന മാനസിക പീഡകളാണ് വ്യഥകളെന്ന് പറയണത്. അപ്പോൾ എന്തും തരത്തിലുള്ള പീഡകളാണ് നമുക്കുണ്ടാകണത് അല്ലേ? അപ്പോൾ നമ്മൾക്ക് കല്യാണം ഒക്കണില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ 34 വയസ്സായി, കല്യാണം ഒക്കണില്ല. അപ്പോൾ അമ്മ എന്താണ് വിചാരിക്കണത്? അവളുടെ കല്യാണം നടത്തിയിട്ട് വേണം അനിയത്തിയുടെ കല്യാണം നടത്താൻ. അതാണ് വ്യഥ, അതല്ല വ്യഥ. ഇപ്പോൾ നമ്മൾ ഒരു വീട്ടിൽ ഭാഗോടമ്പടി നടക്കണില്ല, അതിന് 10-16 അവകാശികളാണ്. നമുക്ക് ആ വീടൊന്ന് പുതുക്കി പണിയാൻ പറ്റണില്ല, അവകാശികൾ വേറെ കൊണ്ട് കേസ് കൊടുക്കും. പക്ഷെ അത് കാരണം വീട് പുതുക്കാത്ത കാരണം മക്കളുടെ കല്യാണം നടക്കണില്ല. അതാണ് വ്യഥ. ഇതെല്ലാം അഡ്രസ്സ് ചെയ്യണമെന്നാണ് പറയണത് ബൈബിള്. ഇതെല്ലാം അതാണ് ബൈബിൾ പറയണത്. എന്താണ് പറയണത്? ഓരോ തരത്തിലുള്ള വ്യഥകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിന് ദൈവം ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിന് അവിടുന്ന് ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിൽ നിന്ന് സമാശ്വസിപ്പിക്കുന്നു. ബേസിക്കായിട്ട് ദൈവത്തിൻ്റെ നടപടി എന്താണ്? ക്ലേശങ്ങളിൽ നമ്മളെ സമാശ്വസിപ്പിക്കുകയാണ്. അത് ക്ലേശങ്ങളുടെ മനുഷ്യൻ്റെ വ്യത്യസ്തങ്ങളായ ക്ലേശങ്ങളില്ലേ, ചെറുതും വലുതുമായിട്ടുള്ള ക്ലേശങ്ങൾ. ചെറിയ ആൾക്കാർക്ക് ചെറിയ ക്ലേശങ്ങളെന്ന് പറഞ്ഞൊരു വല്ല കഥയുണ്ടാ. എല്ലാ ക്ലേശങ്ങൾക്കും ഒരു ചൊറിയായാലും ക്യാൻസർ ആയാലും വേദന ഒരുപോലെയാണ്. അനുഭവിക്കുന്നതിന് അത് മനസ്സിലാകത്തുള്ളൂ. ഇപ്പം ഇന്നത് ചെറുത് ഇന്നത് വലുതെന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഓരോ വിഷയവും ഞങ്ങൾ സീരിയസ് ആയിട്ട് കേൾക്കുന്നത്. നമുക്കത് കേൾക്കുമ്പോൾ അത് സീരിയസ്. ഇതാണ് ആ കാര്യം. ഇവിടെ ക്യാൻസർ 4ാം സ്റ്റേജിൽ നിൽക്കണമെന്ന് അതൊന്നും പറഞ്ഞിട്ട് കഥയില്ല. അവർക്കത് വിഷയമാണ്. അവർക്കത് കഴിഞ്ഞിട്ട് മാത്രമേ അടുത്ത ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആ ക്യാൻസർ 4ാം സ്റ്റേജ് കേൾക്കണ അതേ സീരിയസ്നെസ്സോട് തന്നെ അവരുടെ വീട്ടിലെ മകള് ഡൈവേഴ്സായ കാര്യം കേൾക്കും. എന്താ? അവർക്കതാണ് പ്രശ്നം. അതാണ് ഓരോ തരത്തിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? ദൈവം എന്ത് കൃത്യമായിട്ടാണ് ഇതിനാണ് ദൈവം ഉടമ്പടി സ്ഥാപിച്ചിരിക്കുന്നത്. പഴയ കാലങ്ങളിലും പുതിയ കാലങ്ങളിലുമുള്ള ദൈവത്തിൻ്റെ കൃപയുടെ സ്രോതസ്സ് ഉടമ്പടിയാണ്. ദൈവത്തിൻ്റെ കൃപയുടെ സ്രോതസ്സില്ലേ, ഇതിന് ചില സമയത്ത് എക്സ്ട്രാ ഗ്രേസ് വേണ്ടി വരും. നിങ്ങൾ പറയുന്ന വിഷയമില്ലേ വ്യതകൾ,
ഈ വ്യതകളെ പരിഹരിക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കപ്പാസിറ്റി ഉണ്ടായില്ലെങ്കിൽ ദൈവം നിങ്ങൾക്ക് എക്സ്ട്രാ ഗ്രേസ് വേണ്ടി വരും. എക്സ്ട്രാ ഗ്രേസ്, അതിനാണ് നമ്മൾ കൃപയെന്ന് പറയുന്നത്. ഒരു മനുഷ്യന് അവൻ്റെ ജീവിത പ്രശ്നങ്ങളെയും നിത്യജീവിത പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ അവന് ആവശ്യമായ കപ്പാസിറ്റി ഇല്ലെങ്കിൽ അഡീഷണൽ കപ്പാസിറ്റി ദൈവം കൊടുക്കുന്ന കൃപയ്ക്ക് മലയാളത്തിൽ ദൈവിക കരുണയെന്നും കൃപയെന്നും വിളിക്കും. കൈ ഇടിച്ച് കർത്താവേ. അപ്പോൾ ദൈവത്തിൻ്റെ ഫൗണ്ടമെൻ്റൽ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മനസ്ഥിതി എന്ന് വെച്ചാൽ വ്യത്യസ്തങ്ങളായ ക്ലേശങ്ങൾ ഇരിക്കുന്നവരുടെ ക്ലേശങ്ങളെ അഭിസംബോധന ചെയ്യണമെന്നാണ്. ഇതാണ് നമ്മൾ രക്ഷപ്പെട്ടു പോണത്. ഇതിന് അനുഗ്രഹം മാത്രം പോരാ, പിന്നെന്ത് വേണം? കൃപ വേണം. അഡീഷണൽ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് ആവശ്യമുള്ള മേഖലകളെയാണ് ബൈബിള് കരുണ കൃപയെന്നൊക്കെ പറയണത്. കൃപയെന്നൊക്കെ പറഞ്ഞാൽ ബേസിക്കായിട്ട് നോട്ട് ബൈ മെറിറ്റിൽ കിട്ടുന്നതിനാണ് പറയണത്. നോട്ട് ബൈ മെറിറ്റ് വെച്ചാൽ നമ്മുടെ കഴിവില്ല, നമുക്കതിന് കഴിവില്ല. ആ കഴിവില്ലാതെ തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് നിയമാവർത്തൻ്റെ 7:7 എടുത്തേ. നിയമാവർത്തനം 7:7, 8:7 എടുത്തേ. കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും പറഞ്ഞ് കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും തിരഞ്ഞെടുത്തതും മറ്റു ജനതകളെക്കാൾ നിങ്ങൾ എണ്ണത്തിൽ കൂടുതലായിരുന്നതുകൊണ്ടല്ല നിങ്ങൾ മറ്റെല്ലാ ജനതകളെയും കാൾ ചെറുതായിരുന്നു. കൈയടിച്ച് കർത്താവ് ശ്രദ്ധിക്കട്ടെ. ആരാധന. സന്തോഷത്തോടെ കൈയടിച്ച് പാടുക. നാഥാ നീ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ വരുയാ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ എന്താ പറയുക, അതായത് വാട്ട് ഈസ് ദ കോസ് ഓഫ് യുവേഴ്സ്? നിങ്ങളെ സെലക്ഷൻ എന്താണ് കാരണം? നിങ്ങളെ ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് സെലക്ട് ചെയ്തല്ലേ? എത്രയോ അകലെ നിന്നൊക്കെയുള്ള ആൾക്കാരാണ് വന്നിരിക്കണത്. എന്തുകൊണ്ടാണ് നിങ്ങളെ സെലക്ട് ചെയ്തത്? അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യപ്പെടാനുള്ള കഴിവുള്ളത് കൊണ്ടല്ല, കഴിവില്ലാത്തത് കൊണ്ടാണ്. കൈയടിച്ച് കർത്താവ് സ്വല്ലി. കൃപ
നമ്മുടെ അയോഗ്യത അസസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആത്മധൈര്യം നഷ്ടപ്പെടുകയല്ല വേണ്ടത്, ആത്മധൈര്യം കൂടുകയാണ് വേണ്ടത്. പറഞ്ഞ മനസ്സിലായില്ലേ? ദൈവത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ നിങ്ങളുടെ അയോഗ്യത അസസ് ചെയ്യുമ്പോൾ, കൂട്ടി നോക്കുമ്പോൾ പല ആൾക്കാർക്ക് എന്താ സംഭവിക്കണത്? ആത്മധൈര്യം നഷ്ടപ്പെടും. പക്ഷേ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അയോഗ്യതയാണ് ആത്മധൈര്യം. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൻ കൃപ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്, ഈ മനുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. നിയമാവർത്തനം 7:7 തന്നെ ഒരിക്കൽ കൂടി വായിക്കുക. അപ്പോഴേ അച്ഛൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകും. കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും, ശ്രദ്ധിച്ചേ, കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും തിരഞ്ഞെടുത്തതും മറ്റു ജനതകളെക്കാൾ നിങ്ങൾ എണ്ണത്തിൽ കൂടുതലായിരുന്നതുകൊണ്ടല്ല, നിങ്ങൾ മറ്റെല്ലാ ജനതകളെയും ചെറുതായിരുന്നു. ഇതാണ് ഞാൻ അയോഗ്യതയാണ് ആത്മധൈര്യത്തിന് അടിസ്ഥാനം. ക്ലിയർ അല്ലേ? എന്ന് പറഞ്ഞ് അയോഗ്യതയാണ് എന്റെ ആത്മധൈര്യത്തിന്റെ അടിസ്ഥാനം. കർത്താവ് എനിക്ക് അനുഗ്രഹവും അഭിഷേകവും നൽകാൻ ആദി കാരണം. കൈയടിച്ച് കർത്താവിനെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കൾ, ഇതൊരു പ്രസംഗമോ അല്ലെങ്കിൽ ഒരു ഭജന ശുശ്രൂഷ എന്നൊന്നും പറയരുത്. ഇതൊരു ആധ്യാത്മിക ആഹാരമാണ്. നമ്മളിങ്ങനെ ആശയപരമായ ഒരു ലോകത്തിലല്ല സംസാരിക്കുന്നത്. നമ്മളെന്താണ് അനുഭവ തലത്തിൽ കർത്താവ് നമ്മളോട് സംസാരിക്കുകയാണ്. അച്ഛനത് ഉപകരണം മാത്രമാക്കിക്കൊണ്ട് കർത്താവ് വചനം സെലക്ട് ചെയ്ത് സംസാരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഒറ്റക്കാണ്, നിങ്ങൾക്ക് ശക്തിയില്ല. ഇപ്പോൾ ചില സമയത്തൊക്കെ അതിർത്തിയൊക്കെ അളക്കാൻ ചെല്ലുമ്പോൾ അവർ നമ്മളെ വടിതടി ആയുധമായിട്ട് തല്ലാനും കൊല്ലാനും നിൽക്കത്തില്ലേ? നിങ്ങൾക്ക് മാത്രമാണ് ഈ പ്രശ്നമുള്ളത്. ഞാനൊരു ഇടവക ഇരുന്നപ്പോൾ ഒരുത്തനായ ഇടവകയുടെ വസ്തു കൈകയറി 40 കൊല്ലമായി വെച്ചുകൊണ്ടിരിക്കുകയാണ്. 40 കൊല്ലമായിട്ട് അയാളാണെങ്കിൽ ഗുണ്ടകളും വെച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസുകാരും അയാളുടെ കൂടെ ഉണ്ട്. കാര്യം ഞാനിവിടെ ചെന്നപ്പോൾ പോലീസുകാർ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയായിരുന്നു. അപ്പോൾ ഞാനിത് ഈ വസ്തു എല്ലാം കൊണ്ടുപോയി തഹസിൽദാറിൻ്റെ അടുത്ത് കൊടുത്ത് വില്ലേജ് ഓഫീസിൽ കൊടുത്ത് 6 മാസം അവിടെ എൻ്റെ കൈക്കാരനെ അവിടെ കുത്തിയിരുന്നുകൊണ്ട് ആ 40 കൊല്ലത്തിനുള്ളിൽ ആ പ്രദേശത്ത് നടന്നിട്ടുള്ള മുഴുവൻ ക്രയവിക്രയക്കാർക്കെല്ലാം ഉടമസ്ഥർക്കെല്ലാം നോട്ടീസ് അയച്ചു കൊടുക്കുക. ഞങ്ങൾ അളക്കാൻ പോകണം. അങ്ങനെ അളന്ന് 6 മാസം കൊണ്ടാണ് കൊടുത്തു തീർത്തത്. 110 അവകാശങ്ങളുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അളക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ കടമ്പറ്റിക്കാരും കൂടി ഞാൻ ജോമാലയം എടുത്ത് അവരവിടെ പണി ചെയ്യാനുള്ള നമ്മളെ വെയിൽ കയറ്റി കെട്ടിയിരിക്കുകയാണ്. കാര്യം നമ്മളുടെ ഒരു 10-20 സെൻറ്റ് പുള്ളി അകത്താക്കി വർഷങ്ങളായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ അപ്പന്മാർ മരിച്ചു പോയപ്പോൾ പള്ളിയിൽ കുന്തിരിക്കാൻ പോക്കാനും തിരികെത്തിക്കാനും കൊടുത്ത കാശാണ്. ഓരോരുത്തരെ അതിനകത്ത് എൻക്രോച്ച് നോക്കാൻ ആരുമില്ല, അതുകൊണ്ട് എൻക്രോച്ച് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, അവിടെ വെച്ചാണ് ഞാൻ ഈ നൊവേനൊക്കെ തുടങ്ങിയത്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞ് മാതാവിൻ്റെ നൊവേന തുടങ്ങിയത്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞ് അത് നമ്മുടെ വസ്തുവാണ്, വാങ്ങിക്കണമെന്ന് പറഞ്ഞ്. കാര്യം അമ്മ സഭയുടെ സംഭവമല്ലേ. അപ്പോൾ ഞങ്ങൾ ഈ ഒരു വർക്ക് ചെയ്ത് ഞങ്ങളൊരു 10-12 പേര് ഞാൻ ജവമാനം ചൊല്ലി അവർ പണി ആയുധങ്ങളൊക്കെ ആയിട്ട് വേലി കെട്ടപ്പോയി. അളന്ന് കിട്ടിയപ്പോഴുണ്ട് 20 സെൻറ്റ് അവരുടെ അകത്താണ്. അപ്പോൾ അത് 20 സെൻറ്റ് അവരുടെ അകത്തുണ്ടായിരുന്ന വെയിലെല്ലാം പൊളിച്ചപ്പോൾ അവർ പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ ഞാൻ എന്നാ ചെയ്ത് ജവമാനം ചൊല്ലിക്കൊണ്ട് തെങ്ങിൻ്റെ മുടി അവിടെ ഇരുന്ന് ലോഹയിട്ട് ജവമാനം ചൊല്ലിക്കൊണ്ടിരുന്ന്. എന്താണ് ഈ വിഷയം ഭയങ്കര സംഘർഷാത്മകമായ വിഷയമാണ്.
നമ്മൾ ജപമാല ചൊല്ലിച്ചുകൊണ്ട് പോകണേ എന്തിനാ? അന്ന് അമ്മ ഉടമ്പടി തന്നിട്ടില്ല. അത് കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞാൽ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. 2002 ചരിത്രമാണ് ഈ പറയണത്. പിന്നെ 2 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. കാര്യം വെച്ചാൽ ജീവിതത്തിൻ്റെ എല്ലാ ക്ലേശകരമായ നമ്മൾ ചിലപ്പോൾ 2 തല്ല് വാങ്ങിക്കാനുള്ള സാഹചര്യങ്ങൾ വരെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലും ജപമാലയും പിടിച്ചുകൊണ്ട് പോകും. അപ്പം പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നമ്മൾ അന്നും മോസസിനോട് ഇതുപോലെ പറഞ്ഞായിരുന്നു, നീ പോകണമെന്ന് പറഞ്ഞാൽ മോസസ് പറഞ്ഞ് ഞങ്ങൾ എങ്ങനെ പോകും, ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ്, ആരെയാണ് നീ എൻ്റെ കൂടെ അയക്കണമെന്ന് ചോദിച്ചായിരുന്നു. എപ്പോഴും ഉള്ള പ്രശ്നമാണിത്. ഇതെല്ലാ കാലത്തും ഉള്ള പ്രശ്നമാണ്. സീരിയസ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ മോസസിനോട് പറഞ്ഞപ്പോൾ മോസസ് പറഞ്ഞ് നീ ആരെയാണ് എൻ്റെ കൂടെ അയക്കണത്? ഭയങ്കര ഹൃദയഭേദകമായ ഒരു ചോദ്യമാണ്. 33:12 പുറപ്പാടിൻ്റെ പുസ്തകം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. പുറപ്പാട് 33:12. അതെ. മോശ കർത്താവിനോട് പറഞ്ഞു. മോശ കർത്താവിനോട് പറഞ്ഞു, ഈ ജനത്തെ നയിക്കുക എന്ന് അങ്ങ് എന്നോട് ആജ്ഞാപിക്കുന്നു. എന്നാൽ ആരെയാണ് എന്റെ കൂടെ അയക്കുക എന്ന് അറിയിച്ചിട്ടില്ല. അപ്പൊ ഈ ആരെയാണ് കൂടെ അയക്കണമെന്ന് അറിയിച്ചിട്ടില്ല എന്ന് പറയുമ്പോ അത് ആരെയാണ് അയക്കണമെന്നുള്ളത് അണ്ടർസ്റ്റുഡാണ്. നമ്മുടെ ചുറ്റും നമ്മളെ സഹായിക്കാനാ സപ്പോർട്ട് ചെയ്യാനാ നിങ്ങൾ എത്ര ഉടമ്പടി എടുത്തിട്ടും ആരെയും കാണുന്നില്ലെന്ന് പറയുമ്പോൾ ഇത് വിവേചിക്കാനുള്ള ആത്മചൈതന്യം ഉണ്ടാകണം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 13:33 മോസസിന് ഉത്തരവുണ്ട്. ആരെയാണ് നീ ഈ ജനത്തെ നയിക്കുക, മുന്നോട്ട് പോകുക എന്ന് പറയണ്ടേ? പക്ഷേ ആരാണ് നീ ആരെ കണ്ടിട്ടാണ് ഇത് എന്നോട് പറയണത്? ആരെയാണ് നീ എൻ്റെ കൂടെ അയക്കണമെന്ന് മോസസ് ചോദിക്കുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾക്കും അനുഭവം ഉണ്ടാവും. അതായത് ഇപ്പം ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്നു, അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ ഞാൻ ഒരു അഡ്മിഷന് പോകുന്നു, അല്ലെങ്കിൽ കേസിന് പോകുന്നു. ആരാണ് എൻ്റെ കൂടെ വരിക? ആരാണ് എനിക്ക് സപ്പോർട്ട് ചെയ്യുക? ആരെയും ഞാൻ കാണുന്നില്ല, ഇതുവരെ ആരും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതുപോലുള്ള അനുഭവം നിനക്ക് മുമ്പേ നിന്നെപ്പോലെ ദൈവം ദൗത്യങ്ങൾ അയച്ചിട്ടുള്ള മോസസ് തൊട്ടുള്ള എല്ലാവർക്കും ഉണ്ടായെന്ന ബൈബിൾ പറയണത്. അതുകൊണ്ടാണ് മോസസ് ചോദിക്കണത്, ആരെയാണ് മുന്നോട്ട് പോകുക നീ പറയണ്ടേ? ആരെയാണ് എൻ്റെ കൂടെ അയക്കണത്? അവനും ദൈവം മറുപടി പറയും. മാനുഷികമായ ആരെയും നീ സപ്പോർട്ട് കാണുന്നില്ലെങ്കിൽ, വീടിനോ ജോലിക്കോ വിവാഹത്തിനോ പണത്തിനോ അല്ലെങ്കിൽ ഒരു പ്രശ്നസങ്കീർണമായ ഒരു സ്ഥലത്തേക്ക്, നിൻ്റെ വസ്തു തന്നെ കൈകാര്യ ഒരു സ്ഥലത്തേക്ക് നീ പോവുകയാണെങ്കിൽ നിന്നെ സഹായത്തിന് നീ ആരെയും കണ്ടില്ലെങ്കിൽ നിനക്ക് ഉറപ്പാക്കാവുന്ന ഒരാളുണ്ട്. അതാരാണ്? 33:14 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 33:14 കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും ഞാൻ തന്നെ നിന്നോട് കൂടെ വരും. ആരാധന. ഹല്ലേലൂയ. മഹത്വം ആരാധന. ഹല്ലേലൂയ. ക്ലേശകാലത്ത് കൂടാരമേരിപ്പാൻ എന്റെ പ്രിയൻ എന്നെ ഇരുത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. ക്ലേശകാലത്ത് കൂടാരമേരിപ്പാൻ എന്റെ പ്രിയൻ എന്നെ ഇരുത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. കൈകൾ ഉയർത്തി അടിച്ചുകൊണ്ട് പാടാം. ക്ലേശകാലത്ത് കൂടാരമേരിപ്പാൻ എന്റെ പ്രിയൻ എന്നെ നടത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ
പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ആരെയും കാണുന്നില്ല എന്നുള്ളതും ബന്ധുക്കളെ, സ്വന്തപ്പെട്ട സഹോദര സുഹൃത്തുക്കളെ ആരെങ്കിലും നമ്മളെ സഹായിക്കാനില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്ന സമയത്ത് നിനക്ക് സങ്കടവും നിരാശയല്ല വരേണ്ടത്. പിന്നെ എന്താ വരേണ്ടത്? കർത്താവ് ആണ് ഈ വിഷയം ഏറ്റെടുത്തതെങ്കിൽ അതിൻ്റെ അടയാളം മറ്റുള്ളവർ നമ്മളെ കൈവിട്ട് കളയുന്നു എന്നുള്ളതാണ്. അത് മനസ്സിലാക്കണം. ഒരു വിഷയം കർത്താവ് ഏറ്റെടുത്താൽ, ഈ ദിവസങ്ങളിലൊരു സാക്ഷ്യമുണ്ട്. സാക്ഷ്യം എന്ന് വെച്ചാൽ ഒരാൾ ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയിൽ ജോലി വേണം. ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനി. അവിടെ വരുന്ന സൗമ്യ കായംകുളം പറഞ്ഞൊരു സാക്ഷ്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ. ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയിലെ ജോലിക്ക് ഒരാൾ പോയിരിക്കുക ഇൻ്റർവ്യൂവിന്. പക്ഷേ വീട്ടിൽ ഭയങ്കര കഷ്ടപ്പാട്, ക്ലേശവും, ജോലിയും പോയി, വീടും കച്ചവടം നടക്കണില്ല, എന്തൊക്കെ തരത്തിൽ അവർ ഫ്ലാറ്റായി പോയി കഴിഞ്ഞപ്പോഴാണ് ഇവർ ഒരു പേപ്പറിൽ ഒരു പരസ്യം കണ്ട് ഓയിൽ ആൻഡ് കമ്പനി, ഗ്യാസ് കമ്പനി ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞപ്പോൾ അയാൾ ചോദിച്ചു, ഇൻ്റർവ്യൂ ഇരിക്കുന്ന ആൾ ചോദിച്ചു, നിങ്ങൾക്ക് ഓയിൽ ആൻഡ് ഗ്യാസിൽ എന്താ എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചു. നിങ്ങൾ ഒരു ഇൻ്റർവ്യൂവിൻ്റെ കാര്യം കേൾക്കണം. നമ്മൾ വചനത്തിൽ ഓരോ കാര്യം പറയുമ്പോൾ നിങ്ങളവർക്ക് അതൊരു ആശയമല്ലേ എന്ന്. ആശയമല്ല, അനുഭവമായിട്ടാണ് ആശയമാകണത്. ദൈവത്തിൻ്റെ കാര്യം ആദ്യം അനുഭവമായിട്ടാണ് അത് ആശയമായിട്ട് വരണത്. മനുഷ്യൻ്റെ കാര്യം ആദ്യം തിയറി ഉണ്ടാകട്ടാണ് പ്രാക്ടിക്കൽ ഉണ്ടാകുന്നത്. നേരെ തിരിച്ചാ. അപ്പോൾ എന്താണ് ഇയാളോട് ചോദിച്ചത്, നിങ്ങൾക്ക് ഓയിൽ ആൻഡ് ഗ്യാസിൽ എന്താ എക്സ്പീരിയൻസ്? ഇയാൾക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഇയാളുടെ എക്സ്പീരിയൻസ് എന്താ വെച്ചാൽ, ഈ മനുഷ്യൻ ആ സമയത്ത് എന്ത് ചെയ്യുന്നറിയാം, ഉടമ്പടി കാശിലും എടുത്തുകൊണ്ട് തിരുമ്മിക്കൊണ്ടിരിക്കും, വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട്. അതാണ് വിഷയം. പുള്ളിക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ, അതിന് മറുപടി പറഞ്ഞില്ല. മറുപടി പറയാതെ ഉടമ്പടി കാശിലും എടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി തിരുമ്മിക്കൊണ്ടിരിക്കും. എന്താണ്? കർത്താവേ, നീ മാത്രമേ ഈ ചോദ്യത്തിന് മറുപടി പറയാവുള്ളൂ, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാണ്. അപ്പോൾ ഉടനെ ആ മനുഷ്യൻ ഇയാളുടെ ഇത് വാങ്ങിക്കും. എന്താ വാങ്ങിക്കണേ? ഫയൽ വാങ്ങിക്കും. ഫയൽ വാങ്ങിച്ചിങ്ങനെ മറച്ചു നോക്കിച്ചും പറയും, നിങ്ങൾക്ക് ഖത്തറിൽ ജോലി ചെയ്യാൻ തയ്യാറാണോ എന്ന് ചോദിക്കും. അപ്പോൾ ഇയാൾ പറയും തയ്യാറാണ്, എന്നാൽ പാസ്പോർട്ട് ഇങ്ങനെ നേക്കാൻ പറയും. ഈ മനുഷ്യൻ ഇന്ന് ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനി ഖത്തറിൽ ജോലി ചെയ്യുകയാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. വസ്തുക്കളിലൂടെ അങ്ങയുടെ സാന്നിധ്യം വസിക്കുന്നതിന് നന്ദി പറയുന്നു. ക്ലേശകാലത്ത് കൂടാരവിരിപ്പാൻ എന്റെ പ്രിയരെന്നെ ഇരുത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. ഇതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയണത്, അതായത് വചനപ്രഘോഷണത്തിൻ്റെ ഒരു പ്രാഥമിക രീതിയാണ്. എന്താണത്? റോമ 15 ഒന്നുകൂടി വായിച്ചോളൂ. വിജാതിയരുടെ അനുസരണം നേടിയെടുക്കേണ്ടതിന് വാക്കാലും പ്രവൃത്തിയാലും. റോമ 15:18 വായിച്ചോളൂ. വിജാതിയരുടെ അനുസരണം നേടിയെടുക്കേണ്ടതിന് വാക്കാലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ബലത്താലും പരിശുദ്ധാത്മാവിന്റെ
പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും ഞാൻ വഴി ക്രിസ്തു പ്രവർത്തിച്ചവയൊഴികെ ഒന്നിനെക്കുറിച്ചും സംസാരിക്കാൻ ഞാൻ തുനിയുകയില്ല. അപ്പൊ ഞാൻ വഴിയെന്ന് പറഞ്ഞാൽ ആര് വഴിയാ? ഞാനും വഴി. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ് ഈ ആൾക്ക് ഈ ഖത്തറിൽ ജോലി കിട്ടാൻ കാരണം എന്താണെന്നറിയാമോ? അവർ പറയുന്നുണ്ട്, എന്നാ അവരുടെ പേര് സൗമ്യ കായംകുളം, അവരാണ് വൈഫ് പറയുന്നുണ്ട്, ഞങ്ങളിങ്ങനെ എങ്ങനെ ജീവിക്കുമെന്നറിയാതെ അന്തരാളം പൂണ്ട് വിഷമിച്ച് നടക്കുന്ന കാലത്ത് ഒരു മീൻകാരം ഞങ്ങൾക്കൊരു കൃപാസനം പത്രം തന്നെന്ന്. പ്രൈസ് ദി ലോർഡ്. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. ജേഷേ ആ പാട്ടൊന്ന് പറഞ്ഞു കൊടുത്തേ. നിങ്ങളത് ഏറ്റ് പറയുക ആ പാട്ട്. ക്ലേശകാലത്ത് കൂടാര വിരിപ്പാൽ എന്റെ പ്രിയൻ എന്നെ ഇരുത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. ഒന്നുകൂടി പഠിക്കുക. ക്ലേശകാലത്ത് കൂടാര വിരിപ്പാൽ എന്റെ പ്രിയൻ എന്നെ ഇരുത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. പാടാ, ഒരുമിച്ച് പാടാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. സന്തോഷത്തോടെ എഴുന്നേര്. കൈയടിച്ചുകൊണ്ട് സന്തോഷത്തോടെ. ക്ലേശകാലത്ത് കൂടാര അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. ക്ലേശകാലത്ത് കൂടാര വിരിപ്പാൻ എന്റെ പ്രിയൻ എന്നെ ഇരുത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. കൈകൾ ഉയർത്തിയടിച്ചുകൊണ്ട് അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. ക്ലേശകാലത്ത് കൂടാര വിരിപ്പാൻ എന്റെ പ്രിയൻ എന്നെ ഇരുത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. ക്ലേശകാലത്ത് കൂടാര വിരിപ്പാൻ എന്റെ പ്രിയൻ എന്നെ ഇരുത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി. ഹല്ലേലൂയ.
കാലത്ത് കൂടാരമിരിപ്പാൻ എന്റെ പ്രിയൻ എന്നെ ഇരുത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. Praise the Lord. Praise the Lord. ഇരിക്കുക. അപ്പം ക്ലേശകാലത്ത് നമ്മളെ കർത്താവ് എൻ്റെ പ്രിയൻ എന്നെ കൂടാരത്തിലിരുത്തുമെന്ന. ഈ കൂടാരത്തിലാണ്, മഹാകൂടാരത്തിലാണ് കൃപാസനം ഉള്ളത്. പഴയ നിയമത്തിൽ കർത്തൃ സന്നിധാനം അവിടെയാ മോശ കയറി പോണതും മേഘങ്ങൾ വന്ന് കൂടാരത്തെ മൂടുന്നതും ജനങ്ങൾ കവർന്നു വീണ് അവരവരുടെ കൂടാരങ്ങളുടെ വാതിൽക്കൽ ആരാധിക്കുന്നതും മഹാകാഴ്ചയാണ്. അപ്പോൾ പഴയ കാലങ്ങളിൽ ദൈവമായിട്ട് ജനം ഉടമ്പടി ചെയ്താണ് ഈ ക്ലേശകാലങ്ങളെ അതിജീവിക്കുന്നത്. കാര്യം എന്താണ്? ക്ലേശകാലങ്ങളിൽ നമ്മുടെ കഴിവ് അനുസരിച്ച് അതിനേക്കാൾ വലിയ ജീവിത ആവശ്യങ്ങൾ നമുക്ക് വരും. നമ്മുടെ ജീവിത ആവശ്യങ്ങൾക്ക് പറ്റുന്ന ഒരു കഴിവ് നമുക്കുണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, നിൻ്റെ വണ്ണവും എണ്ണവും കണ്ടല്ല ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത്, ഞാൻ നിന്നെ സ്നേഹിച്ചത്, നീ എണ്ണത്തിൽ കുറഞ്ഞത് തന്നെയാണ് നിന്നെ സ്നേഹിക്കാൻ കാരണമെന്ന്. കാര്യം ഞാനാണ് ദൈവം. ശ്രദ്ധിക്കട്ടെ. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ. വചനത്തെ പൂർത്തീകരിക്കുന്ന നന്ദി പറയുന്നു. ആരാധന ആരാധന യേശുവേ, ആരാധന ആരാധന യേശുവേ, ആരാധന. അതായത് ഞാൻ തന്നെ നിൻ്റെ കൂടെ വരും. ഈ വചനം ഒരിക്കലും മറക്കരുത് മക്കളെ. കാര്യം മോസസ് എന്താ ചോദിച്ചത്? 13:12 ആരെയാണ് എൻ്റെ കൂടെ? എനിക്കാരാണ് സഹായം തരാൻ പോണത്? എൻ്റെ മകളുടെ കല്യാണത്തിന് ആരാണ് എനിക്ക് സഹായം തരാൻ പോണത്? ഈ രോഗത്തിൽ നിന്ന് ആരാണ് എന്നെ സുഖപ്പെടുത്താൻ പോകുന്നത്? എപ്പോഴും നമുക്ക് ഓരോരോ കാര്യങ്ങൾക്ക് ചോദ്യമല്ലേ? അതല്ലേ കർത്താവിൻ്റെ വചനം നമ്മൾ വായിച്ചത്. 2 Corinthians 1:4 എല്ലാ തരത്തിലുള്ള ബന്ധങ്ങൾ അനുഭവിക്കുന്നവരെ. കഴിഞ്ഞ ദിവസങ്ങളിലെ ഡോക്ടർ ഡെൽറ്റ ജോസഫ് എന്നും പറഞ്ഞ് ഒരു MD ഡോക്ടർ സാക്ഷ്യം പറഞ്ഞു. നീ ഡോക്ടർമാരുടെ സാക്ഷ്യം കേൾക്കണം കേട്ടോ. ഡോക്ടർമാരും ജഡ്ജിമാരും ഒക്കെ IPS ആയിട്ടുള്ള റാങ്കുള്ളവരൊക്കെ എത്ര പേരാണ് ഉടമ്പടി ചെയ്തിരിക്കണമെന്നറിയോ? അതായത് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു വിഷയം ഉടമ്പടിയുടെ സാക്ഷ്യങ്ങളെക്കുറിച്ച് വിദ്യാഭ്യാസം ഉള്ളവരെ വളരെ കൃത്യതയോടുകൂടിയാണ് വീക്ഷിക്കുന്നത്. കാര്യം എന്താണ് ഉടമ്പടിയിലുള്ളത് അതിൻ്റെ ഇഫക്റ്റാണ് കാണുന്നുണ്ട് ആൾക്കാർ. പുക മാത്രമല്ല, തീയും കാണുന്നുണ്ട്. പുകയുടെ തീ ഉണ്ടെന്ന് അനുമാനിക്കേണ്ട കാര്യമല്ല. തീ ആൾക്കാരെ തൊടുന്നുണ്ട് ഇപ്പോഴേ. ഇപ്പോൾ ഡെൽറ്റ ജോസഫിൻ്റെ സാക്ഷ്യം എന്താ? അവർ ഇംഗ്ലണ്ടിൽ വർഷങ്ങളായിട്ട് അവർ ജനറൽ ഫിസിഷ്യനാണ്. പക്ഷെ അവരുടെ പ്രശ്നം, അവരുടെ 3ാമത്തെ പ്രസവത്തിൽ അത് ഭയങ്കര സിസേറിയനായിപ്പോയി. ഭയങ്കര സിസേറിയൻ എന്ന് പറഞ്ഞാൽ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ 4 ലിറ്റർ ബ്ലഡ് നഷ്ടപ്പെട്ടു. 2ാമത്തെ പ്രസവത്തിൽ 4 ലിറ്റർ ബ്ലഡ് നഷ്ടപ്പെട്ടു. അപ്പോൾ BP താന്നിട്ട് 40-20 ആയി. അപ്പം മരിച്ചു പോകും. BP താന്നിട്ട് 40-20 ആവും. അപ്പോൾ അവർ നമുക്കറിയാവില്ല, BP 40-20 വന്നാൽ പിന്നെ അടുത്തത് മരണമാണ്. അപ്പം അത്രയും ഒരു ഓപ്പറേഷനിലൂടെ മരണത്തെ ഇങ്ങനെ തൊട്ട ആളാണ് ഈ ഡോക്ടർ ഡെൽറ്റ ജോസഫ്. അപ്പം അതുകൊണ്ട് അവരും ഫിസിഷ്യനാണ്. അപ്പോൾ അവരുടെ മറ്റ് ഫിസിഷ്യൻസൊക്കെ പറഞ്ഞ് ഇനി പ്രഗ്നൻസി പറ്റത്തില്ല, നമുക്കിപ്പോൾ തന്നെ സ്റ്റെറിലൈസ് ചെയ്യാമെന്ന് പറയും. ഇപ്പം തന്നെ അത് പ്രസവം നിർത്താം, ഇനി പറ്റത്തില്ലെന്ന് പറയും. അപ്പോൾ അത് ദൈവ പദ്ധതി അല്ലെന്ന് അവർക്ക് തോന്നിയ കാരണം അവർ നല്ല വിശ്വാസിയാണ്. അതുകൊണ്ട് അങ്ങനെ നിർത്തണ ദൈവ പദ്ധതി അല്ലെന്ന് അവർക്കറിയാവുന്ന കാരണം അവർ പറഞ്ഞ് അതിനെക്കുറിച്ച് അവർ യേശു പറഞ്ഞില്ല.
നിങ്ങൾക്കറിയാമോ, വിശ്വാസം ജീവിക്കുന്നവർ അങ്ങ് കൃത്യമായിട്ട് ജീവിക്കുന്നുണ്ട്. ചില ആൾക്കാർ കുറച്ച് കാര്യത്തിൽ വിശ്വസിക്കും, കുറച്ച് കാര്യത്തിൽ വിശ്വസിക്കത്തില്ല. അതാണ് പ്രശ്നം. ചില കാര്യം നിങ്ങൾക്ക് കുറച്ച് കംഫർട്ടായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കും, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കംഫർട്ടല്ല, അതുകൊണ്ട് വിശ്വസിക്കത്തില്ല. ഡോക്ടറല്ലേ പറഞ്ഞത്, എന്നാൽ പ്രസവം നിർത്തിയേക്കാമെന്ന് വിചാരിക്കും. ദൈവതിരുമനസ്സല്ലല്ലോ അത്. നിങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിയും ബോധം ഉണ്ടെങ്കിൽ ദൈവിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതോടൊന്ന് ചോദിക്കണം. കാര്യം ഈ നിങ്ങൾക്ക് ഗർഭപാത്രം ഉണ്ടായാലും ഇല്ലെങ്കിലും നിങ്ങൾ പ്രസവം നിർത്തിയില്ലെങ്കിലും ദൈവഹിതമല്ല നിങ്ങൾ പ്രസവം നിർത്തണമെന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്നറിയാമോ? നിത്യത എന്ന് പറയുന്നൊരു വിഷയത്തിൽ നിങ്ങൾ പണിമേടിക്കാൻ സാധ്യതയുണ്ട്. ഈ ലോകത്ത് മാത്രമേ ഉള്ളെങ്കിൽ പിന്നെ പട്ടിച്ചാകണ പോലെ ചത്തുപോകാം, ഒരു കുഴപ്പമില്ല. പന്നി ഒക്കെ എത്രയോ പ്രസവിക്കുന്ന ചത്തുപോകുന്നു, നമ്മളും ചത്തുപോകുന്നു. അത്രേ ഉള്ളെങ്കിൽ കുഴപ്പമില്ല. നിത്യതയാണ് ഇവിടുത്തെ പ്രശ്നം. എന്തുകൊണ്ടാണ് ഇതുപോലെ സുവിശേഷ വിഹിതമായി വിശ്വസിച്ച് ജീവിക്കുന്നവർ എന്തുകൊണ്ടാണ് കോംപ്രമൈസ് ഇല്ലാതെ പോകുന്നതിൻ്റെ കാരണം എന്താണ്? അങ്ങനെ വിശ്വസിക്കുന്നവർ, അങ്ങനെ ജീവിക്കാൻ ജനിച്ചു പോയത് കൊണ്ട് ക്രിസ്ത്യാനിയായിട്ട് പോയ ആൾക്കാരുണ്ട്, അവരെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ജനിച്ചു പോയത് കൊണ്ട് വിശ്വാസിയാകുകയും പിന്നീട് വിശ്വാസ സത്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കുകയും ദൈവത്തിൻ്റെ സ്വന്തമാകുകയും ചെയ്ത ആൾക്കാർ ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യത്തില്ല. ഡോക്ടർ പറഞ്ഞു അയാൾ ഡോക്ടറാണ്, പക്ഷേ ജനറൽ ഫിസിഷ്യനാണ്, പക്ഷേ അവർ പറഞ്ഞ് പ്രസവം നിർത്താൻ പറ്റത്തില്ല, ഇറ്റ്സ് നോട്ട് വിൽ ഓഫ് ഗോഡ് എന്ന് പറയും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങളൊരു ഡോക്ടറല്ലേ, നിങ്ങൾക്ക് ശാസ്ത്രബോധമൊന്നുമില്ലേ, ഇനി പ്രസവിച്ചാൽ ഇതുപോലെ ഒരു കേസ് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. നിങ്ങൾ മരിച്ചു പോകുമെന്ന് പറയും. പക്ഷെ അവരെന്താ ചെയ്തിരിക്കണം? അവരിപ്പോൾ ഉടമ്പടിയെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ കേട്ട്, അപ്പോൾ ഒരു നാട്ടിൽ വന്നപ്പോൾ ഒരു ഉടമ്പടി എടുത്ത് എന്താണ്, മൂന്നാമത് പ്രസവിക്കാൻ കണക്കാക്കിയാണ് ഉടമ്പടി എടുത്തിരിക്കണേ. ഇത്രയും മരണത്തെ നേരെ കണ്ട ആൾ മൂന്നാമതൊരു കുഞ്ഞിന് വേണ്ടി ഉടമ്പടി എടുത്തിരിക്കുകയാണ്. ഉടമ്പടി എടുത്തപ്പോൾ എന്താ ചെയ്തിരിക്കണത്? ഉടമ്പടിയിൽ അവരെ ഒരു കുഞ്ഞിനെ എക്സ്പെക്റ്റ് ചെയ്യണതിന് മുമ്പ് തന്നെ, അതിന് ട്രൈ ചെയ്യണ മുമ്പ് തന്നെ അവർ ഉടമ്പടി തൈലമെടുത്ത് വയറ്റെ പുരട്ടും. ഡോക്ടറാണെന്ന് ചിന്തിക്കണം നിങ്ങൾ. വിശ്വാസത്തോടെയാണ് ഈ കാര്യങ്ങൾ ചെയ്യണത്. എന്നിട്ട് അവർ ക്യാരി ആകുമ്പോൾ എന്താ അവർ ചിന്തിക്കണത്? ഈ കുഞ്ഞ് മാതാവിൻ്റെ കുഞ്ഞാണ്. അതാണ് വിഷയം. ഈ കുഞ്ഞ് മാതാവിൻ്റെ കുഞ്ഞാണ്. ഇതിനെ രക്തം പൊടിയാ പ്രസവിപ്പിക്കേണ്ട ഉത്തരവാദിത്തം. ഞാൻ വിശ്വാസം പ്രഖ്യാപിച്ചില്ലേ, പിന്നെ എനിക്കെന്താ പ്രശ്നം? എൻ്റെ പ്രശ്നം തീർന്ന്. ഞാൻ അമ്മയിൽ വിശ്വസിച്ചു, അമ്മ എൻ്റെ ബെഡ്റൂമിലുണ്ടാകുമെന്നും അമ്മ എൻ്റെ ഓപ്പറേഷൻ തിയേറ്ററിലുണ്ടാകുമെന്നും ഞാൻ വിശ്വസിച്ചു. അതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ ഉടമ്പടി തൈലമെടുത്ത് എൻ്റെ ഗർഭപാത്രത്തിൽ പുരട്ടി. മൈ റോൾ ഈസ് ഓവർ. പിന്നെ ആരുടെ അതിന് റോളുള്ളത്? ദൈവത്തിൻ്റെതാണ്. അമ്മ ഉണ്ടാകും. അതുകൊണ്ട് പ്രസവിക്കാൻ പോയപ്പോൾ അവർക്ക് കുഴപ്പമില്ല, അവർ കൂളായിട്ട് പ്രസവിക്കാൻ പോയി, ഓപ്പറേഷൻ നടന്ന്. പക്ഷേ എത്ര വെറും 700 ml ബ്ലഡേ പോയുള്ളൂ. അവർക്കൊരു കുഴപ്പമില്ല. മൂന്നാമത്തെ കുഞ്ഞിനെ കിട്ടി. അതാണ് വിശ്വാസം. ശ്രദ്ധിക്കട്ടെ. ചെറുതില്ലേ പുറപ്പാട് 33:19. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. പുറപ്പാട് 33:19. അവിടുന്ന് അരുൾ ചെയ്തു, എന്റെ മഹത്വം നിന്റെ മുൻപിലൂടെ കടന്നു പോകും. കർത്താവ് എന്ന എന്റെ നാമം നിന്റെ മുൻപിൽ ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യും.
വായിച്ചോളൂ. എനിക്കിഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും. എനിക്കിഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും. എനിക്കിഷ്ടമുള്ളവർ ഞാൻ പ്രസാദിക്കും. എനിക്കിഷ്ടമുള്ളവരോട് ഞാൻ കരുണ കാണിക്കും. എന്നാൽ പിന്നെ നമ്മളെന്താണ് മാട്ടേ കിടന്ന് നെഞ്ചു കളയണത്? അപ്പോഴേ പുറപ്പാട് 33:19 എന്താ പറഞ്ഞത്? എനിക്കിഷ്ടമുള്ളവരോട് ഞാൻ കരുണ കാണിക്കും, ഇഷ്ടമുള്ളവരോട് ഞാൻ പ്രസാദിക്കും. അപ്പം കൃപയുടെ അവസ്ഥ ദൈവത്തിന് ഇഷ്ടമുള്ളവരോടാണെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെയാണ്? നമുക്ക് അവിടെ എന്താ റോഡ്? ദൈവമല്ല തീരുമാനിക്കണത്. ദൈവത്തെ നിങ്ങൾ മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? പുറപ്പാട് 33:19 എന്താ പറയണത്? എനിക്കിഷ്ടമുള്ളവരോട് ഞാൻ കരുണ കാണിക്കും, ഇഷ്ടമുള്ളവരോട് ഞാൻ പ്രസാദിക്കും. അപ്പോൾ ദൈവത്തിന് ഇഷ്ടമുള്ളവരാണ് ദൈവം ചെയ്യുന്ന കാര്യമാണ് അതെങ്കിൽ പിന്നെ അവിടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സ്വാഭാവിക ഒരു ചോദ്യമല്ലേ? പക്ഷേ അവിടെ ഒരു വിഷയമുണ്ട്. ദൈവത്തിന് ഇഷ്ടപ്പെടുത്തി എടുക്കണം നമ്മളാണ്. അവിടെയാണ് അതിൻ്റെ മെക്കാനിസം ഇരിക്കുന്നത്. ദൈവം ദാറ്റ്സ് ഓക്കെ. ദൈവം പറയണം. പുറപ്പാട് 33:19 പറഞ്ഞ എന്താണ്? എനിക്ക് പറഞ്ഞ് എനിക്കിഷ്ടമുള്ളവരോട് ഞാൻ കരുണ കാണിക്കുന്നു, ഇഷ്ടമുള്ളവരോട് ഞാൻ പ്രസാദിക്കും. ഓക്കെ. അപ്പോൾ ദൈവത്തിൻ്റെ നമുക്കൊരു അതിൻ്റെ സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടി. എന്താണ്? കൃപ ഒഴുകണ വഴിയെന്ന് പറയണത് ദൈവത്തിന് ഇഷ്ടമുള്ളവരോടാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ പിന്നെ അവിടെ നമുക്ക് റോളൊന്നും ഇല്ലല്ലോ എന്ന് നമുക്ക് ചിന്തിക്കും. നമ്മൾക്കാണ് റോള്. എന്താണ്? നമ്മൾ ദൈവത്തെ ഇഷ്ടപ്പെടുത്തി എടുക്കണം. അവിടെയാണ് പ്രശ്നം ഇരിക്കുന്നത്. ദൈവത്തിന് നമ്മളെ ഒന്ന് പറഞ്ഞേ, ദൈവത്തിന് നമ്മളെ ഇഷ്ടപ്പെടുത്തി എടുക്കണം. ഇതിനാണ് ഈ ഉടമ്പടി ചെയ്തുകൊണ്ട് പുറകെ നടക്കുന്നത്. പുറകെ ഉടമ്പടി ചെയ്ത് ജീവിക്കല്ലേ ആൾക്കാർ. എന്തിനാണ്? ദൈവത്തെ ഇഷ്ടപ്പെടുത്തി എടുക്കാൻ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിലപാടുകളിലൂടെ നിന്റെ ഇഷ്ടം സ്വന്തമാക്കുവാൻ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അമ്മ ഉടനടി പരിഹാരമേകും ഉടമ്പടി പ്രാർത്ഥനയിൽ. അമ്മ ഉടനടി പരിഹാരമേകും അവൻ പറയുന്നത് ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നത് ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. പ്രൈസ് ലോർഡ്. അപ്പോൾ വചനം എങ്ങനെയാണ്? 33:19 എനിക്ക് ഇഷ്ടമുള്ളവരോട് ഞാൻ കരുണ കാണിക്കുന്നു, ഇഷ്ടമുള്ളവരോട് ഞാൻ പ്രസാദിക്കുന്നു. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താണ്? എങ്ങനെയാണ് നമ്മളെ തന്നെ ദൈവത്തിന് ഇഷ്ടപ്പെടുത്തി എടുക്കണത് അല്ലേ? എങ്ങനെയുള്ളവരെയാണ് ദൈവം ഇഷ്ടപ്പെടുന്നത്? അത് അറിഞ്ഞാൽ വിഷയം തീർന്നില്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് വായിക്കാൻ പോകുന്ന പുസ്തകം യെശയ്യാ 33:30-18 എടുത്ത്. യെശയ്യാ 30:18. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ 30:18. അതിനാൽ നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു. ഔദാര്യമാണ് കേട്ടാ, അവകാശമല്ല. അതായത് യെശയ്യാ 30:18 എന്താണ്? നിന്നോട് നിന്റെ അവകാശം തരാൻ വേണ്ടിയല്ല, നിന്നോട് ഔദാര്യം കാണിക്കാൻ എന്ന് പറഞ്ഞേ. നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു. ക്ലിയർ അല്ലേ? ഇതാണ് ഈ അനുഗ്രഹം മുഴുവൻ ആൾക്കാർ വാങ്ങിക്കുന്നതിന്റെ കാരണം. ഇതാണ് എൻ്റെ ഗുഡ്നസ് എന്ന് പറയണത്. നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു. റീഡ് ഇറ്റ് അഗൈൻ, അതർ വേർഡ്.
നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കാൻ അവിടുന്ന് തന്നെ തന്നെ ഉയർത്തുന്നു എന്തെന്നാൽ കർത്താവ് നീതിയുടെ ദൈവമാണ് അവിടുത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇപ്പൊ കർത്താവിന്റെ നീതിയുടെ ഉദ്ദേശം മനസ്സിലായില്ലേ? നീതിയാണെങ്കിൽ നമുക്ക് ഈ ഔദാര്യം കിട്ടേണ്ട യാതൊരു സാധ്യതയുമില്ല. നമ്മുടെ കൈയിരിപ്പൊക്കെ ഒന്ന് എണ്ണി നോക്കാനാണെങ്കിലേ പണി കിട്ടുമെന്നാണ് ഈ പറയണത്. അതുകൊണ്ട് ദൈവത്തെ തന്നെ ഉയർത്തുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ നീതിയെ ദൈവം നീതിമാനാണെന്നുള്ള കാര്യം പ്രഖ്യാപിക്കുമ്പോൾ നമ്മളെക്കാൾ ഉയർന്നില്ലേ? പക്ഷെ അങ്ങനെ ദൈവത്തിൻ്റെ നീതിയിൽ ദൈവം നിലനിൽക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? നമ്മളോട് ഔദാര്യം കാണിക്കാനാണ്. ബൈബിൾ എന്ത് രസമാണെന്നറിയാമോ? കാര്യം ദൈവം നീതിമാനാണെന്ന് പറയുമ്പോഴും ദൈവം സത്യസന്ധനാണെന്ന് പറയുമ്പോഴും നമുക്കതുപോലെ അതിൻ്റെ വക്കത്ത് പോലും വരാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോഴും അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ കരുണയ്ക്കും അവിടുത്തെ ഔദാര്യത്തിനും നമ്മളെ അർഹമാക്കാൻ വേണ്ടി ദൈവിക നടപടിയാണ്. ദൈവം തന്നെ തന്നെ ഉയർത്തുന്നത്. കൈയടിച്ച് കർത്താവ് ചൊല്ലി നിന്നെ പോലൊരു ദൈവമില്ല, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതമാ അതിശയമാ നീ മാത്രമേ ദൈവമേ. പാടുക. അത്ഭുതമായി അത്ഭുതമാ അതിശയമാ നീ മാത്രമേ ദൈവമെന്നും. 30:18 വായിച്ചത്. 30:18. അതിനാൽ നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു. നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കാൻ അവിടുന്ന് തന്നെ തന്നെ ഉയർത്തുന്നു. എന്തെന്നാൽ കർത്താവ് നീതിയുടെ ദൈവമാണ്. അവിടുത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. See, this is the nucleus. അവസാനം വായിച്ചില്ലേ? എന്താണ് കാര്യങ്ങൾ? ഇങ്ങനെ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനാൽ അവിടുത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ദൈവത്തിന് വേണ്ടി കാത്തിരിക്കണം. ദൈവിക ഇടപെടലിന് വേണ്ടി കാത്തിരിക്കണം. കാത്തിരിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. എന്താണ്? കാത്തിരിക്കുന്ന കന്യകമാരെക്കുറിച്ച് കർത്താവ് പറഞ്ഞത് വിളക്ക് തെളിച്ചുകൊണ്ട് കാത്തിരിക്കുന്നവരെക്കുറിച്ചാണ്. വെറുതെ കാത്തിരിക്കുന്ന കാര്യമില്ല. ഉറക്കം തന്നെ കാത്തിരിക്കാവുന്ന കാര്യമുണ്ട്. വിളക്ക് തെളിച്ചുകൊണ്ട് കാത്തിരിക്കണം. ടെക് ദ ബെഡപ്പോടെ ശ്രദ്ധിക്കണോ? ഹല്ലേലൂയ ഒരുമിച്ച് പാടാം. ശ്രദ്ധിക്കട്ടെ. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതമാ അതിശയമാ നീ മാത്രമേ ദൈവമെന്നും. അത്ഭുതമാ അതിശയമാ നീ മാത്രമേ ദൈവമെന്നും. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതമാ അതിശയമാ
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. മത്തായി 25:1 കന്യകമാരുടെ വിളക്കുകൾ ഏന്തിയ കന്യകമാരെ കുറിച്ച് നമ്മൾ വായിച്ചു കേൾക്കാൻ പോകുന്നത്. കാത്തിരിക്കാൻ പറയുമ്പോഴേ കയ്യിൽ വിളക്കുണ്ടാണെന്ന് ബൈബിൾ പറയണം. വെറുതെ ചുമ്മാ ഉറക്കം തൂങ്ങി കാത്തിരിക്കാൻ പറ്റത്തില്ല. നിരുത്തരവാദപരമായിട്ട് കാത്തിരിക്കാൻ പറ്റത്തില്ല. കയ്യിൽ വിളക്കുണ്ടാകണം. വിശ്വാസത്തിൻ്റെ, പ്രത്യാശയുടെ, ദൈവസ്നേഹത്തിൻ്റെ. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിന് മാത്രമല്ല, ഉടമ്പടിയിൽ കാത്തിരിപ്പെന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടാകണം? വിശ്വാസത്തിൻ്റെ വിളക്ക്, ദൈവസ്നേഹത്തിൻ്റെ ജ്വാല, അതുപോലെ തന്നെയാണ് പ്രത്യാശയുടെ. പ്രത്യാശ ഉണ്ടെങ്കിൽ ഉറക്കം തൂങ്ങത്തില്ല അവിടെ. അതുകൊണ്ട് നിങ്ങളെ ഇടയ്ക്ക് ഉറക്കം തൂങ്ങുന്ന ആൾക്കാരില്ലേ, ഉറക്കം തൂങ്ങുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ ഉറക്കം തൂങ്ങാമേ എന്നും പറഞ്ഞുകൊണ്ട് ഉടമ്പടി എടുത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുണ്ട്. ഉറക്കം തൂങ്ങിക്കൊള്ളാവേ എന്നും പറഞ്ഞുകൊണ്ട് നേർച്ച എന്താ വെച്ചാൽ അവർക്കറിയാം ഈ ആദ്യം 5 പത്രം എടുത്ത് കൈ പിടിക്കും, ബാക്കിയുള്ളവർ അത് ആ കൂട്ടുകാരൊക്കെ പിടിപ്പിക്കും. ആദ്യം നീ 5 കൂട് ഉറക്കം തൂങ്ങിക്കൊള്ളാവേ എന്ന് പറഞ്ഞ് ഉടമ്പടി എടുത്തേക്കും. ഈ ജന്മത്തിൽ ഗതി പിടിക്കത്തില്ല. കാര്യം ഇവിടെ നമ്മൾ കോമ്പീറ്റ് ചെയ്യണത് ആരുമായിട്ടാണെന്നറിയാമോ? ഒരു പ്രായമുള്ള അപ്പനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞായിരുന്നു. നിങ്ങളുടെ പേരെന്നാ? അതായത് എഡ്വിൻ തെയ്ഡോർ. കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. എഡ്വിൻ തീറോട് എന്താണ് അങ്ങനെ എങ്ങനെ ഒരു 70 വയസ്സ് കാണുമായിരിക്കും. വയസ്സ് കൂടുതലായി പോയി പറഞ്ഞത് കൂടിയാൽ പോകണം. മിക്കവാറും അങ്ങനെയുടെ മക്കൾ തന്നെ കൈകാര്യം ചെയ്യാൻ വരും മിക്കവാറും. നല്ല ആരോഗ്യമൊക്കെ കൊണ്ട് പുള്ളിക്കുക, സംശയമില്ല. പക്ഷെ പുള്ളി പറ്റി സാക്ഷ്യം എന്നറിയാമോ? എൻ്റെ മനസ്സിൽ തോന്നി ലക്ഷക്കണക്കിന് മനുഷ്യരെ കർത്താവിനെ അറിയിക്കണം. അതുകൊണ്ട് എല്ലാ മാസവും ഞാൻ 5 കെട്ട് പത്രം മേടിക്കും. എൻ്റെ മനസ്സിൽ തോന്നി ലക്ഷക്കണക്കിന് മനുഷ്യരെ കർത്താവിനെ അറിയിക്കണം. അതുകൊണ്ട് എല്ലാ മാസവും ഞാൻ 5 കെട്ട് പത്രം മേടിക്കും. എന്താ കാര്യം? പത്രം ഇങ്ങനെ ഒന്ന് മണുത്താൽ, ചില വണ്ടി കണ്ടില്ലേ പെട്രോൾ മണുത്താൽ തന്നെ ഓടുമെന്ന് പറഞ്ഞ പോലെ കൃപാസനം പത്രം കണ്ടാൽ മതി. അതല്ലേ സാത്താൻ ഇതിനെതിരെ എന്തെല്ലാം വിധത്തിലുള്ള ബേജാരോപണങ്ങൾ നടത്തി നശിപ്പിച്ച് കളയാൻ. നശിച്ചില്ലല്ലോ, നശിച്ചില്ല. കാര്യം വെച്ചാൽ ഇന്ന് ആരോപണങ്ങൾ ഉണ്ടായ കാര്യത്തേക്കാൾ എത്രയോ 10,000 ഇന്ന് അനുഭവ സാക്ഷ്യം പറഞ്ഞ് അവരുടെ അനുഭവങ്ങൾ ഇപ്പം വാവിളിക്കാൻ പറ്റത്തില്ല. ആരെങ്കിലും കൃപാസനത്തിലെ വാവിളിച്ച് അപ്പം തന്നെ വിശ്വാസവും അനുഭവമുള്ളവൻ താഴെ കമൻറ്റ് ചെയ്യും. അവൻ്റെ അനുഭവമുണ്ട്. കാര്യം അത് നമ്മളും ചെയ്യണം. അത് ആരെല്ലാം ദൈവിക പദ്ധതിക്ക് എതിരെ നിൽക്കണം ഒരിക്കലും സാത്താനായിരിക്കുമല്ല. അവൻ എന്നാ യുക്തിവാദി എന്താ സംഭവമാണെന്ന് പറഞ്ഞാലും ആൾ കളിക്കാനോ അല്ലെങ്കിൽ ക്രിസ്ത്യാനി ഉപദ്രവിക്കാനോ ക്രിസ്ത്യാനിയുടെ ഇടയിൽ തന്നെയുള്ള മറ്റു മതസ്ഥരുടെ മുമ്പിൽ നല്ല പിള്ള ചമയാൻ വേണ്ടിയുള്ള ആൾക്കാരും ഉണ്ട്, കൃപാസനത്തെ ഉപദ്രവിക്കുന്നവർ ഇല്ലേ. അപ്പോൾ പക്ഷേ അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മുടെ അനുഭവങ്ങൾ അപ്പം നമ്മൾ പറയണം. കാര്യം പറയാൻ ബാധ്യസ്ഥരാണ് നമ്മൾ. കാര്യം നമുക്ക് ദൈവം തന്ന അനുഭവമില്ലേ, ആ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് ബാധ്യസ്ഥരാണ്. കാര്യം ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ് നമ്മൾ വിശ്വാസത്തിൽ വളരണത്. 4:20 റോമ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. റോമ 4:20. റോമ 4:20. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. അപ്പൊ ഈ എഡ്വിൻ തീഡർ എന്താ ചെയ്യണത്? വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുകയാണ്. എങ്ങനെയാണ്? ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്. അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം 5 കെട്ട് പത്രം വാങ്ങിച്ചിരിക്കുകയാണ്. അത് വാങ്ങിച്ച് എന്നിട്ട് പറയുന്നത് ഞാൻ ഓട്ടോറിക്ഷക്കാർക്ക് കൊടുക്കും, ചായക്കടയെ കൊണ്ടേ കൊടുക്കും, എവിടെയെല്ലാമാണ് കർത്താവിന് എത്തിക്കാൻ കഴിയണം അവിടെയെല്ലാം പ്രാർത്ഥനാപൂർവ്വം നടന്നുകൊണ്ടേ കൊടുക്കും. അങ്ങനെയുള്ള ആൾക്കാരുടെ മുമ്പിലാണ് ഈ 5 പത്രം മേടിച്ചതും ബാക്കി പത്രമെല്ലാം നാത്തൂനും ആൻറ്റിക്കൊക്കെ കൊടുത്തിട്ട് പോയി കിടന്ന് ഉറങ്ങണ ആൾക്കാർ. ഉറക്കം തൂങ്ങി ഉടമ്പടിക്കാരുടെ കാര്യം പോക്കാണ് കേട്ടോ. ഉള്ള കാര്യം പറഞ്ഞേക്കാം. നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത് നിങ്ങളെക്കാൾ ആരോഗ്യം പ്രായമുള്ള ആൾക്കാരോടാണ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യേണ്ടത്. അപ്പം അതുകൊണ്ട് അവരുടെ പ്രാർത്ഥന ദൈവത്തിനുണ്ട്. നിങ്ങളുടെ അഭ്യാസം ഒന്നും നടക്കത്തില്ല. അപ്പം മര്യാദക്ക് ശക്തമായി പ്രവർത്തിക്കാൻ വേണ്ടി കൈ ഉയർത്തി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ പ്രവർത്തനത്തിന്റെ അപ്പോസ്തലിക ചൈതന്യം ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപയായി നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ.
യേശുവേ ആരാധന. ഹല്ലേലൂയ. 43 ഉൽപ്പത്തി പുസ്തകം 43:29. ഉൽപ്പത്തി 43:29. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന. ഉൽപ്പത്തി 43:29. അവൻ തലയുയർത്തി നോക്കിയപ്പോൾ തന്റെ സഹോദരൻ ബെഞ്ചമിനെ കണ്ടു. തന്റെ അമ്മയുടെ മകൻ അവൻ പറഞ്ഞു, ഇവനാണോ നിങ്ങൾ പറഞ്ഞ ഇളയ സഹോദരൻ? മകനെ, ദൈവം നിന്നോട് കരുണ കാണിക്കട്ടെ. യാക്കോബിന്റെ ഇളയ മകനാ. അപ്പം ഏറ്റവും ഇളയ ബെഞ്ചമിൻ. ഇപ്പം ജോസഫിനെ അവർ ചട്ടന്മാരെല്ലാം കൊണ്ടുപോയി കിണറ്റിലിട്ട് കൊന്നു കളഞ്ഞില്ലേ? എന്നിട്ട് കർത്താവ് അവനെ എടുത്ത് ചാകാതെ രക്ഷപ്പെടുത്തി മിദ്യാൻകാരായ ഈ ബിസിനസ്സുകാർക്ക് കൊടുത്തിട്ട് ജോസഫിനെ ദൈവം ഈജിപ്തിൽ വളർത്തിയെടുത്തില്ലേ? ആ ജോസഫിനെ കാണാൻ ക്ഷാമകാലത്ത് സഹോദരന്മാർ ചെല്ലുമ്പോൾ ഒരാളെ കണ്ടില്ല ജോസഫ്. അയാളുടെ സഹോദര സ്നേഹം കണ്ടില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ചോദിച്ചാൽ പറഞ്ഞ്, ഇനി ഒരാളുണ്ട്, അവൻ്റെ പേര് ബെഞ്ചമിനാണ്. ഞങ്ങളുടെ അപ്പൻ പ്രായമായതുകൊണ്ട് ഞങ്ങളുടെ അനിയനെ നഷ്ടപ്പെട്ടത് കാരണം അവനെ അപ്പൻ സൂക്ഷിച്ചിരിക്കുകയാണ്. അവനും കൂടി നഷ്ടപ്പെട്ട അപ്പൻ മരിച്ചു പോകും എന്ന് പറഞ്ഞ് അവസാനം ബെഞ്ചമിനെ തരാതെ നിങ്ങൾക്ക് ഗോതമ്പ് തരത്തില്ലെന്ന് ജോസഫ് പറയും. ആ സഹോദരനാണേ, ഇളയാളെ കാണാനുള്ള ആഗ്രഹമാണ്. കണ്ടു കഴിയുമ്പോൾ ജോസഫിനെ കുറിച്ച് പറയണത് അവൻ കരയാനൊരിടം നോക്കിയെന്ന്. അവൻ അവിടെ പ്രധാനമന്ത്രിയല്ലേ, അവന് സഹിക്കാൻ പറ്റില്ല സഹോദര സ്നേഹം കൊണ്ടേ. ഈ സഹോദര സ്നേഹമാണ് ശരിക്കും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളോട് എന്ത് ചെയ്താലും നമ്മൾ തിരിച്ചങ്ങനെ നിങ്ങൾ ചെയ്യരുത്. പറഞ്ഞ മനസ്സിലായ? നിങ്ങൾ കഥ അറിയാതെ ആട്ടം കാണരുത്. ഈ സംഭവം ഇപ്പോൾ പറഞ്ഞ എന്താ കർത്താവ് പറഞ്ഞെന്നറിയാവാ? ജോസഫിനെ എങ്ങനെ ദൈവം സ്നേഹിച്ചു, അതാണ് വിഷയം. നമ്മുടെ സബ്ജക്റ്റ് അതാണ്. ദൈവത്തിൻ്റെ സബ്ജക്റ്റ് എന്താണ്? ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞത് നേരത്തെ? ദൈവം എങ്ങനെയാണ് ആൾക്കാരെ സ്നേഹിക്കണത്? അത് നമ്മളെന്താ കണ്ടത്? നേരത്തെ വായിച്ചത് എന്താണ്? കർത്താവ് എങ്ങനെയാണ് ആൾക്കാരെ സ്നേഹിക്കണത്, അതിൻ്റെ കാരണങ്ങൾ എന്താണ്? അതായത് അത് നമ്മളുടെ അവകാശമല്ല, ദൈവത്തിൻ്റെ ഔദാര്യമാണ് എന്ന് നമ്മൾ നേരത്തെ കണ്ടു. ഏത് വചനത്തിലാണ് കണ്ടത്? യെശയ്യാ 30:18. വായിച്ചോളൂ. അതിനാൽ നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു. നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കാൻ അവിടുന്ന് തന്നെ ഉയർത്തുന്നു. എന്തെന്നാൽ കർത്താവ് നീതിയുടെ ദൈവമാണ്. അവിടുത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പൊ കർത്താവ് നീതിയുടെ ദൈവമാണ്, അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാരെ. പക്ഷെ നമുക്ക് ലഭിക്കണ എന്താണ്? ഔദാര്യമാണ്, നമ്മുടെ മെറിറ്റിലല്ല. ഉടമ്പടി എപ്പോഴും വർക്ക് ചെയ്യണത് എന്താണ്? നമ്മുടെ മെറിറ്റിലല്ല, പിന്നെ എന്താണ്? കർത്താവിൻ്റെ കൃപയിലാണ്. ഇപ്പോഴെന്താ ഇവിടത്തൊക്കെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, അതായത് ഞാൻ എനിക്കിഷ്ടമുള്ളവരോട് സ്നേഹം കാണിക്കുമെന്ന് പറഞ്ഞില്ലേ? ടേക്ക് ദാറ്റ് വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ആരാധന ആരാധന. ഹല്ലേലൂയ. വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ. വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസി പതരാതെ, വിശ്വാസി പതരാതെ. വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും, വിശ്വാസി
പുറപ്പാട് 33:19. പുറപ്പാട് 33:19. എനിക്കിഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും. ഇതാണ് നമ്മുടെ പോയിന്റ്. എനിക്കിഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും. എനിക്കിഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും. അപ്പൊ നമ്മുടെ റിസ്ക് എന്താ? എങ്ങനെ ദൈവത്തിൻ്റെ നിലപാടെന്താണ്? എനിക്കിഷ്ടമുള്ളവരോട് ഞാൻ പ്രസാദിക്കും, ഇഷ്ടമുള്ളവരോട് ഞാൻ കരുണ കാണിക്കും. അപ്പം ബോൾ നമ്മുടെ കോർട്ടിലാണ്, നമ്മളടിക്കാൻ പറ്റത്തില്ല ഇനി. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? എങ്ങനെ ദൈവത്തിന് ഇഷ്ടമുള്ള വ്യക്തിയാകാൻ കഴിയും? ക്ലിയർ അല്ലേ? എങ്ങനെ ദൈവത്തിന് ഇഷ്ടമുള്ള വ്യക്തിയായി ദൈവത്തിൻ്റെ കരുണ ആർജിക്കാൻ കഴിയും? അതാണ് ചോദ്യം. എങ്ങനെയാണ് ദൈവത്തിൻ്റെ ഇഷ്ടമുള്ള വ്യക്തിയായി ജോസഫ് മാറിയത്? അതാണ് അതിൻ്റെ ഉത്തരം. എന്താണത്? പുറപ്പാട് 43:29. അവൻ തലയുയർത്തി നോക്കിയപ്പോൾ തന്റെ സഹോദരൻ ബെഞ്ചമിനെ കണ്ടു. തന്റെ അമ്മയുടെ മകൻ റാഹേലിന്റെ മകനാണ്. 2 മക്കളാണ്, ലെയായും റാഖേലും, 2 ഭാര്യമാണ്. അപ്പോൾ സ്വന്തം അമ്മയുടെ മകൻ എന്ന് പറയുമ്പോൾ സ്വന്തം രക്തമാണ് അത് പറയണം. അതാണ് തൻ്റെ ബൈബിൾ പറയുന്നത്, എൻ്റെ അമ്മയുടെ മകൻ. അവൻ പറഞ്ഞു, ഇവനാണോ നിങ്ങൾ പറഞ്ഞ ഇളയ സഹോദരൻ? മകനെ, ദൈവം നിന്നോട് കരുണ കാണിക്കട്ടെ. അപ്പോൾ ദൈവം നിന്നോട് കരുണ കാണിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരങ്ങളെ ഏറ്റെടുക്കുന്ന ജോസഫിനോട് ദൈവം കാണിച്ച കരുണ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ജോസഫിൻ്റെ ദൈവസ്നേഹത്തിലും സഹോദര സ്നേഹത്തിലുമാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? ദൈവം നിങ്ങളോട് കരുണ കാണിക്കട്ടെ എന്ന് ആരോടാ പറയണത്? ഈ സഹോദരന്മാരോട് പറയുകയാണ്. ഈ സഹോദരന്മാരെന്താ ചെയ്തത്? ജോസഫിനെ കുഞ്ഞുനാളിൽ ജോസഫിനെ കിണറ്റി ഇട്ട് കൊല്ലാൻ നോക്കി പാർട്ടിയാണ്. എന്നിട്ട് വിറ്റ് കാശ് വാങ്ങിച്ച് 20 വെള്ളിക്കാശ് മേടിച്ച്, അല്ലേ? ആ ആൾക്കാരോട് ജോസഫ് ക്ഷമിക്കുക. മനസ്സിലായ? കരുണ കാണിക്കാൻ എന്ന് വെച്ചാൽ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? നിങ്ങളെ വേദനിപ്പിച്ചവരെ, നിങ്ങളുടെ വസ്തു പിടിച്ചു വച്ചിരിക്കുന്നവരെ, നിങ്ങളെ അപമാനിച്ചവരെ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടവരെ, നിങ്ങളെ ഇന്നും വഴിയെ കൊണ്ടു നടന്ന് കളിയാക്കുന്നവരെ, നിങ്ങളെ കല്യാണത്തിന് അടിയന്തരം വിളിക്കാത്തവരെ, നിങ്ങളെ മാറ്റി നിർത്തുന്നവരെ സ്നേഹിക്കാൻ തീരുമാനിച്ചാൽ ഉടമ്പടിയുടെ ദൈവം എൻ്റെ ദൈവവേദനെ തൻ്റെ മക്കളോട് കരുണ കാണിക്കുമെന്ന് കൽപ്പിക്കുന്നു. കൈയിടിച്ച് കർത്താവില്ലേ? എല്ലാവരും എഴുന്നേൽക്കുക. മക്കളെ, നമ്മളുടെ ഒരു ധ്യാനം കേട്ടുപോണവരാകരുത്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ താക്കോലിട്ട് ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നോക്കണം ഹൗ ഇറ്റ് വർക്ക്സ് എന്ന്. ഞാൻ എപ്പോഴും നിങ്ങൾക്ക് തിയറിയാണ്, കുറച്ച് ഫോർമുല തരികയാണ്. നിങ്ങളത് കൊണ്ടുപോയി പരീക്ഷാശാലയിൽ സൊല്യൂഷൻ വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സെക്കൻഡ് ഗ്രൂപ്പുകാരൊക്കെ നോക്കത്തില്ലേ, അതുപോലെ ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഉടമ്പടിയുടെ രീതി എന്ന് വെച്ചാൽ ഒരു തിയറട്ടിക്കൽ ലെവലിൽ ഒരു വിശ്വാസം നിലവാരം കീപ്പ് ചെയ്യണമല്ല. വിശ്വാസം ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി കുറേ ബിബ്ലിക്കൽ ഫോർമുലാസ് നൽകും. അത് പകുതി മുക്കാൽ എൻ്റെ അനുഭവത്തിലുള്ളതാണ് ഞാൻ എടുക്കത്തുള്ളൂ. കാര്യം നിങ്ങൾക്കത് ബോധ്യം കിട്ടാനും അത് സത്യമാണെന്ന് അറിയാനും. അല്ല, ഞാൻ ബൈബിൾ അങ്ങനെ പറയാണ്ട് ഞാൻ നിങ്ങളോട് പറയണമല്ല. അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏതെങ്കിലും കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ തിയറിയുടെ കാര്യക്ഷമത പരിശോധിച്ചിട്ടുള്ളതാണ് നേരത്തെ. അപ്പം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ബൈബിൾ മെക്കാനിസമാണ് നമ്മൾ നടത്തുന്നത്. അപ്പം നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾ ഉടമ്പടി പ്രകാരം അത് ആക്ടിവേറ്റ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ അങ്ങനെ നിങ്ങൾ ദൈവത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ പ്രചാരകരായി മാറിയാൽ ദൈവം നിങ്ങളെ ഓൺ ചെയ്യും, സ്വന്തമായിട്ട് ഓൺ ചെയ്യും. അങ്ങനെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്.
ഇപ്പം നമ്മുടെ ചന്ദ്രയാനൊക്കെ ചന്ദ്രനിലേക്ക് ലാൻഡ് ചെയ്യാൻ പോവുകയല്ലേ അല്ലേ? നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ, ഈ പ്രാവശ്യം കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതെ ചന്ദ്രയുടെ സൗത്ത് സോണിൽ പോയി സോഫ്റ്റ് ലാൻഡിങ് ചെയ്യാൻ നിങ്ങൾ കൈകളെത്തി ഒന്ന് പ്രാർത്ഥിച്ച് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ ചന്ദ്രനെ ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ശാസ്ത്രത്തെ ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ശാസ്ത്രജ്ഞന്മാരെ ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ശക്തി ഒരു അപകടവുമില്ലാതെ സോഫ്റ്റായിട്ട് ലാൻഡ് ചെയ്യുകയും ഞങ്ങളുടെ രാജ്യം അതിലൂടെ വലിയ മേൽക്കൈ നേടാനും മനുഷ്യരാശിക്ക് അത് വലിയ സംഭാവന ഉണ്ടാകുവാനും ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ അവിടെ നിന്ന് നൽകിയ ബുദ്ധിയുടെ വെളിച്ചത്തിൽ കണ്ടുപിടിക്കുന്നതിലൂടെ മനുഷ്യനെ എളിമപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ശക്തിയുടെ ഉപകരണങ്ങളായി മാറാൻ ഇടയാക്കണമേ. ശ്രദ്ധിക്കട്ടെ. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. ഓരോരുത്തരും അവരുടെ ശിരസിലെ 2 കൈകളും വെച്ച് ആദ്യം വിശ്വാസ പ്രമാണം ചൊല്ലുക. സ്വരത്തിൽ ചെല്ലണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മക്കളെ, കൈകൾ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. അച്ഛൻ രോഗസൗഖ്യ പ്രാർത്ഥന നടത്താൻ പോവുകയാണ്. ഓൺലൈനിലുള്ളവരും അതുപോലെ തന്നെ ചെയ്യണമേ, എപ്പോൾ വേണമെങ്കിലും ചെയ്യണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് 34 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് ഈ അൾത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാൽ മാരക രോഗങ്ങള്, തീരവേദികള്, ജീവിത ദുരിതങ്ങള്, മഹാമാരികള് യേശു ക്രിസ്തുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. നിന്നെപ്പോലൊരു ദൈവമില്ല. കൈകളെടുത്ത് കൈകളെ കൂപ്പി നിൽക്കുക. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ, കർത്താവ് നമുക്ക് എത്രയോ വാക്കുകൾ, എത്രയോ ജീവിതത്തിൻ്റെ ആഹാരമാണ് നൽകിയത്. ആത്മീയാഹാരം. ഓരോ വിഷയത്തിനും കർത്താവ് നമുക്ക് മറുപടി നൽകി. കർത്താവിൻ്റെ വലിയ മഹത്വം, കൂടാരത്തിൻ്റെ മേൽ മേഘങ്ങൾ പോലെ തങ്ങി നിൽക്കുന്ന
ദൈവിക സ്വർഗീയ നിമിഷങ്ങളിൽ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. ഇത് ആര് കേട്ടാലും എപ്പോൾ കേട്ടാലും ഇതേ അനുഭവമായിരിക്കാം. കർത്താവേ, അങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നിൻ്റെ തിരുമുരുവിലെ മുറിവിനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, നിൻ്റെ കരചരണങ്ങളിലെ ആണിപ്പഴുതുകളെ അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, നിൻ്റെ മുൾക്കിടന്ന് ഒഴുകുന്ന വിശുദ്ധമായ രക്തം ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ തീർത്ഥാടനത്തിലും അനേക രാജ്യങ്ങളിലും പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളിലും ഏത് സമയത്ത് പ്രാർത്ഥിച്ചാലും കർത്താവിൻ്റെ കരുണ അവരിലേക്ക് നിറഞ്ഞു വസിക്കുകയും ജീവിത ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള്, ജീവിത മഹാരുമാരികള്, രോഗങ്ങള് യേശുവിന്റെ നാമത്തില് വിട്ടുമാറട്ടെ. ശ്രദ്ധിക്കട്ടെ. നിന്നെ പോലൊരു ദൈവമില്ല, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതമാ അതിശയമാ നീ മാത്രമേ ദൈവമെന്നും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗമുള്ളിടത്ത് കൈവെക്കണം. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും കാലദേശഭേദമില്ലാതെ ഈ പ്രാർത്ഥന എപ്പോൾ പ്രാർത്ഥിച്ചാലും നിങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലിയാൽ മാത്രം മതിയാകും. എവിടെയൊക്കെയാണ് രോഗം അവിടെയെല്ലാം കൈകൾ വെക്കണം. എന്നിട്ട് പറയണം, ഞാൻ അമ്മയുടെ മധ്യസ്ഥതയിലാണ്, ഞാൻ അമ്മയുടെ മധ്യസ്ഥതയിലാണ്. അൾത്താരെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മധ്യസ്ഥതയിലാണ്, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലാണ്, നാമത്തിലാണ്, യേശുവിന്റെ നാമത്തിലാണ് സകല വിശുദ്ധരെയും സാക്ഷി നിർത്തി, സകല വിശുദ്ധരെയും സാക്ഷി നിർത്തി എന്റെ രോഗമുള്ളിടത്ത് ഞാൻ കൈവെക്കുന്നത്, എന്റെ ബന്ധുക്കള്, കൂടപ്പിറപ്പുമാര് അവരുടെ രോഗത്തിന് വേണ്ടി, അവരുടെ രോഗസ്ഥാനം എന്റെ ശരീരത്തില് സങ്കൽപ്പിച്ചുകൊണ്ട് എന്റെ കർത്താവിന്റെ നാമത്തില് ഞാൻ സ്തുതിക്കുന്നു. കർത്താവിന്റെ നാമത്തില് സ്തുതിക്കുമ്പോൾ ഈ നിമിഷം അടിപ്പിണർ പോലെ വൈദ്യുത ആഘാതം പോലെ എന്നിൽ നിന്നും അവരിൽ നിന്നും ക്ലേശങ്ങള്, ബാധകള്, രോഗങ്ങള്, ബന്ധനങ്ങള് വിട്ടുമാറട്ടെ. നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ നിങ്ങൾക്ക് വിശ്വാസം കൊണ്ടരും. ഇത് സഹോദരങ്ങളുടെ കിഡ്നി രോഗങ്ങളും കരള് രോഗങ്ങളും വിസർപ്പ രോഗങ്ങളും സോറിയാസിസ് രോഗങ്ങളും ഫൊണ്ടിലോസ് രോഗങ്ങളും കർത്താവേ ക്യാൻസർ രോഗങ്ങളും ഉച്ച മുതൽ ഉള്ളംകാലം വരെ യേശുവിന്റെ നാമത്തില്, ഉച്ച മുതൽ ഉള്ളംകാലം വരെ യേശുവിന്റെ നാമത്തില് വിട്ടുമാറട്ടെ. എന്നിൽ നിറയണമേ, നാദാവരേണമേ, സൗഖ്യം നൽകണമേ, നാദാവരേണമേ, എന്നിൽ നിറയണമേ, നാദാവരേണമേ, സൗഖ്യം നൽകണമേ. എൻ്റെ മക്കളെ, ഇപ്പോഴും പ്രാർത്ഥിക്കണം. ഈശോ നമ്മൾ ഈ ധ്യാനം തുടങ്ങിയപ്പോൾ കർത്താവ് എന്നാ പറഞ്ഞത്? Help those who have kind of troubles. ഓരോ തരത്തിൽ ബദ്ധ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ. ആ ദൈവത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ് അതാണ്. എല്ലാ ബദ്ധകളും ആശ്വസിപ്പിക്കപ്പെടണം. കൈയടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കട്ടെ. സൗഖ്യം നൽകണമേ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നിൽ നിറയണമേ നാഥാ, വരേണമേ സൗഖ്യം നൽകണമേ നാഥാ, വരേണമേ എന്നിൽ നിറയണമേ നാഥാ, വരേണമേ സൗഖ്യം നൽകണമേ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉടമ്പടി ഇങ്ങനെ കത്തിപ്പടരാൻ കാര്യം? എന്തുകൊണ്ടാണ് 10,000 സാക്ഷിതകം പറഞ്ഞു മാറിയത്? ഒറ്റ കാര്യമുള്ള ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റാണ്. 2 കൊരിന്ത്യർ 1:4 എല്ലാ തരത്തിലും വ്യഥകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ. ആ ദൈവത്തിൻ്റെ മനസ്സാണ് അമ്മ തിരിച്ചറിഞ്ഞത്. എന്താണ് ദൈവത്തിൻ്റെ മനസ്സെന്താണ്? എല്ലാ തരത്തിലും വ്യഥകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കപ്പെടണം. അതാണ് ദൈവത്തിൻ്റെ മനസ്സ്. ഈ മനസ്സ് തിരിച്ചറിഞ്ഞത് ആരാണ്? അമ്മയാണ്. ഒരു വീട്ടിൽ കല്യാണത്തിന് വീഞ്ഞ് തീർന്നു പോയാൽ എന്ത് വ്യതയുണ്ടാകും ആ കുടുംബനാഥനെന്ന് അമ്മ തിരിച്ചറിഞ്ഞിരിക്കുന്ന കൈയിട്ടിച്ച് കർത്താവ് ആരാധന. അമ്മയെ തന്നതിന് നന്ദി പറയുന്നു. ഈ മനുഷ്യരാശിയുടെ 2 കൊരിന്ത്യർ 1:4 പറയുന്ന വ്യഥകള് മനുഷ്യരാശിയുടെ മുഴുവൻ വ്യഥകളെയാണ് ക്രിസ്തുവിനെ കൊണ്ട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ക്രിസ്തുവിനെ കൊണ്ട് അഭിസംബോധന ചെയ്യിക്കുമ്പോൾ ആ അഭിസംബോധനയുടെ ഈ ലോകത്ത് ഈ പുതിയ കാലത്തെ ചരിത്രമാണ് ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മ അടയാളങ്ങൾ നൽകി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. കൈയടിച്ചുകൊണ്ട് കർത്താവ് മരിയൻ ഉടമ്പടി തന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. എൻ്റെ മക്കളെ, നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് എല്ലാ വ്യഥകളെയുമാണ്. വഴിയില്ലാത്തവരുണ്ട്, വീട് ഇല്ലാത്തവരുണ്ട്, വീടും വഴിയും സ്ഥലവും ഇല്ലാത്തവരുണ്ട്, വർഷങ്ങളായി വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട്, മക്കൾ തുറന്നടപ്പുകാരുണ്ട്, മക്കളെ ലഹരിക്ക് അടിപ്പെട്ടവരുണ്ട്, മക്കൾ ജയിലിലായിപ്പോയവരുണ്ട്, മക്കൾ വിദേശത്തായിട്ട് ആരും മറുപടി ഇല്ലാത്തവരുണ്ട്, മരുമക്കളെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഒരു പിടിയും ഇല്ലാത്തവരുണ്ട്, കേസ് കൊടുത്തവരുണ്ട്, ജപ്തി നടപടി നടക്കാൻ പോകുന്നവരുണ്ട്, ലേലത്തിൽ വെച്ചിരിക്കുന്നവരുണ്ട്. എല്ലാ വ്യഥകളെയും അമ്മേ, പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, ഇപ്പോഴ് ദിവ്യകുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി അഭിസംബോധന ചെയ്യണമേ. കർത്താവിനോട് പറയണമേ, ഞങ്ങൾക്ക് വേണ്ടി കരുണ, ദൈവത്തിൻ്റെ കരുണ ഞങ്ങൾക്ക് വേണ്ടി വാങ്ങി നൽകണമേ. ശ്രദ്ധിക്കട്ടെ. എല്ലാവരും മുട്ടി നിൽക്കുക. സ്വർണം പോലെ വിലയുള്ള നിമിഷങ്ങളാണ്. ഈ സമയത്ത് മൗന പ്രാർത്ഥനയാണ്. എൻ്റെ മക്കൾ എന്തെങ്കിലും കാര്യങ്ങൾ അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കർത്താവിനോ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക.
ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അയോഗ്യതയാണ് നിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യതയെന്ന് ഇന്ന് ആരാധനയിലൂടെ വെളിപ്പെട്ട സന്ദേശമനുസരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശ്രീ ആരാധന. ഹല്ലേലൂയ. ശിരസ്സ് നമിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആവേ